ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നൊക്കെ തന്നെയാണ്. അതൊക്കെ നമ്മൾ സമ്മതിക്കും. പക്ഷേ ആ സമാധാനം ഇസ്ലാമിൽ ഉണ്ടോ എന്നതൊരു ചോദ്യമാണ്. ആ സമാധാനവും മുസ്ലിങ്ങളിലെ സമചിത്തതയോടുകൂടിയുള്ള ഇടപെടലുകളും സഹിഷ്ണുതയും ഒക്കെ ഇസ്ലാമിന് അന്യമാണോ അതോ ഇസ്ലാമിന് സുപരിചിതം? കുട്ടികളാണോ വലിയവരാണോ അതൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ ആയിരുന്നില്ല. ഞാന് സൃഷ്ടാവായ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകളെ കുറിച്ചും കൂടുതൽ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ കണ്ടല്ലോ നമുക്ക് ചില സന്ദർഭങ്ങളിലെങ്കിലും വല്ലാതെ ഈ പടച്ചോനോട്, ഈ പരിശുദ്ധ കിതാബിനോട് വല്ലാതെ നമുക്ക് ലജ്ജ തോന്നും. ചെറിയ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ അതല്ലെങ്കിൽ ഭർത്തൃമതികളെന്നോ ഇതൊന്നും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഈ കാരുണ്യവാനും കരുണാനിധിയുമായിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ ആയിരുന്നില്ല. അത്രമാത്രം കഠോരമായിരുന്നു ഇസ്ലാം. ഇസ്ലാം വ്യാപരിച്ച കാലഘട്ടം മുതൽ ഇന്നുവരെ ഇസ്ലാമിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും. റെനി സ്വാഗതം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗുഹ്യ രോമങ്ങളെ കുറിച്ച്, ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ആകുലനാകുന്ന ഒരു പടച്ചോനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇസ്ലാമില്. അത്രമാത്രം അരോചകമായിരുന്നു അതെങ്കില് അതില്ലാതെ അള്ളാഹു അങ്ങ് ആളെ ഇറക്കിയാൽ മതിയായിരുന്നു, അല്ലെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ വൈകല്യം അള്ളാഹു എന്തിനാണ് സാധാരണ ലെവലിൽപ്പെട്ട മനുഷ്യന്മാരോട് ആരോപിച്ചു പോകുന്നത് എന്ന് തോന്നിപ്പോ. ശരിക്ക് രക്തക്കറ കൈകളിൽ നിന്ന് മരണം വരെ ഒഴിയാത്ത ഒരു പ്രവാചകനെ നമുക്ക് പ്രവാചക ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. രക്തക്കറയിൽ മുങ്ങിക്കുളിച്ച് ദിനേന ആരുടെയെങ്കിലുമൊക്കെ ജീവൻ അപഹരിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത ഒരു പ്രവാചകൻ. എന്തിനാ കോമൽ നായർക്ക് എന്റെ നമ്പർ? ശരി, റെനി തരും, നമ്പർ വാങ്ങിക്കോ. അപ്പോ ദിവസവും ഇസ്ലാമിലേക്ക് ആളെ കൂട്ടണമെങ്കിൽ ആ സമാധാനം ആവോളം അനുഭവിക്കണമെങ്കിൽ ഈ സമാധാന മതം എന്താണ് എന്ന് ലോകത്തിനൊന്ന് കാണിച്ചു കൊടുക്കണം. അത് വളരെയധികം അത്യാവശ്യമായിരുന്നു. മുഹമ്മദിന്റെ കയ്യിൽ നിന്ന് ചോരക്കറ മാഞ്ഞു പോയിട്ടുണ്ടോ? നമുക്കറിയാം, നിങ്ങള് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് ബനു ഖുറൈള കൂട്ടക്കൊല എന്നൊന്ന് അടിച്ചു നോക്കണം. ബനു ഖുറൈള കൂട്ടക്കൊല. നിങ്ങൾക്കപ്പോൾ സമാധാനം മാത്രം ജീവിതത്തിൽ കവിഞ്ഞൊഴുകുന്ന ഒരു മാനവരിൽ മഹോന്നതനെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരുപാട് മനുഷ്യത്വം നമുക്കവിടെ കാണാൻ പറ്റും. നീണ്ട 25 ദിവസം ബനു ഖുറൈള ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചകൻ. ആ ഗോത്രങ്ങളിലെ ആളുകളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക, ഒറ്റപ്പെടുത്തുക, ഭക്ഷണവും വെള്ളവും കിട്ടാതെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അലമുറയിട്ട് കരയാൻ തുടങ്ങിയ ഒരു ചരിത്രം നമുക്ക് ആ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ കിട്ടും. ഗത്യന്തരമില്ലാതെ ജീവൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം അവർ പ്രവാചകന് കീഴടങ്ങാൻ തീരുമാനിച്ച് കോട്ടയ്ക്ക് പുറത്തേക്ക് വന്ന ഒരു സംഭവം. നമ്മള് ഈ പഹൽഗാം ഭീകരാക്രമണം നമ്മളെ എത്രമാത്രം അസ്വസ്ഥരാക്കിയിരുന്നു എന്ന് നമുക്കറിയാം. നമ്മൾ എത്രമാത്രം ഭീകരതയോടുകൂടിയാണ് പഹൽഗാം ഭീകരാക്രമണത്തെ കണ്ടത്. കാരണം നമ്മൾ ഇന്നത് കാണുവാണ്.
ഇന്ന് നമ്മളത് അനുഭവിക്കുവാണ്. അവരുടെ ബന്ധുമിത്രാദികളുടെ ഒക്കെ മുമ്പിൽ വെച്ച് ഭാര്യമാരുണ്ടാകാം, മക്കളുണ്ടാകാം, മാതാപിതാക്കൾ ഉണ്ടാകാം, സുഹൃത്തുക്കൾ ഉണ്ടാകാം, അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് തോക്കിൻ മുമ്പിൽ നിർത്തി ഷഹാദത്ത് കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ട് പാൻറ്റൂരി, നിക്കറൂരി, ഇവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ച് ലിംഗമെടുത്ത് പൊക്കി നോക്കി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തി ആ മനുഷ്യന്മാരെ കൊന്ന സംഭവം പൈശാചികമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. അത്രയ്ക്ക് ദുഷ്ടതയായിട്ട്, ക്രൂരതയായിട്ട്, മനുഷ്യത്വരഹിതമായിട്ടൊരു കൃത്യമായിട്ടല്ലാതെ നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മനുഷ്യര് ചെയ്യുന്നതല്ലാതെ. നമ്മൾ കണ്ടിട്ടുള്ള പ്രവാചകൻ എങ്ങനത്തെ പ്രവാചകനാണ്? ഓ, എന്താ ഒരു ദയ, എന്താ ഒരു അലിവ്. ഉറുമ്പുകൾ നടന്നു പോകുന്നു, ഉറുമ്പുകൾ ഇഴഞ്ഞു നീങ്ങുന്നു എന്നതുകൊണ്ട് കുതിര അവിടെ നിൽക്കട്ടെ, ഉറുമ്പുകളൊക്കെ പോയതിനു ശേഷം നമുക്ക് പോകാമെന്ന് പറയുന്ന കാരുണ്യത്തിന്റെ തിരുദൂതൻ. ഒരു പ്രാവിനെ ഒരു കുട്ടി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിന്റെ അമ്മ ആ പ്രാവിനെ കാണാതെ വിഷമിക്കും എന്ന് പറഞ്ഞ് പ്രാവിനു വേണ്ടി കരയുന്ന നബി അണ്ണനെയാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. പക്ഷേ രക്തക്കറ മാത്രം പുരണ്ട നബിയുടെ കരങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് എൻ്റെ ബാധ്യതയാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. മനുഷ്യത്വത്തിനും സ്നേഹത്തിനും എതിരായിട്ട്, മാനവികതയ്ക്കും ജനാധിപത്യത്തിനും എതിരായിട്ട് ആര് നിന്നാലും, ഏതാശയമായിരുന്നാലും ശരി, കൊമ്പും തുമ്പിക്കൈയുമുള്ള ആളുകളാണ് എതിർഭാഗത്ത് നിൽക്കുന്നതെങ്കിലും ശരി, അത് പറഞ്ഞേ തീരൂ. അത് ആളുകൾ അറിഞ്ഞേ തീരൂ. അവരതറിയണം. അങ്ങനെ പട്ടിണി സഹിക്കവയ്യാതെ, ഭക്ഷണവും വെള്ളവും കിട്ടാതെ 25 ദിവസമൊക്കെ ഉപരോധം സഹിക്കാൻ സാധിക്കാതെയാണ് ഈ ബനൂ ഖുറൈളയിലെ ആളുകൾ കീഴടങ്ങാൻ തീരുമാനിച്ചു കോട്ടയ്ക്ക് പുറത്തേക്ക് വരുന്നത്. പതിവ് പോലെ തന്നെ പുരുഷന്മാരാണോ എന്ന് നോക്കാൻ, പുരുഷ ലക്ഷണം എന്താണ് എന്ന് പ്രവാചകൻ തന്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുവാണ്. ഗുഹ്യഭാഗത്ത് രോമമുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ നമ്മളിൽ ഓരോരുത്തരുമാണെങ്കിൽ നമ്മളുടെയൊക്കെ മനോഭാവങ്ങൾ ഏതു രൂപത്തിലായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കിക്കോ. വലിയ ആൾക്കൂട്ടത്തിൽ നിന്നിട്ട് തുണി ഉരിഞ്ഞ് ഗുഹ്യരോമം വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഒരു പരിവാചകൻ, അദ്ദേഹത്തിന്റെ കിങ്കരന്മാരും ഗുണ്ടകൾ. എന്നിട്ട് നമുക്ക് ഗുഹ്യഭാഗത്ത് രോമം വളർന്നവരെ വേണ്ട, അങ്ങനെ പുരുഷന്മാരാണ് എന്ന രൂപത്തിൽ ശാരീരിക വളർച്ച നിർണയിക്കാൻ ഗുഹ്യഭാഗത്ത് രോമമുണ്ടോ എന്ന് നോക്കിയാൽ മതി. അവരുടെ തലയെടുത്തേക്ക്, എന്നിട്ട് സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ച് ബന്ധികളായി കൊണ്ടുവരൂ. അവരെ അടിമകളാക്കാൻ, അവരുടെ വീടുകളിൽ ഉള്ള എല്ലാം പിടിച്ചെടുക്കാൻ, ചെമ്പ്, കിണ്ടി, ഓട്ടുപാത്രങ്ങള്, കുതിരകള്, ഒട്ടകങ്ങൾ, ഈന്തപ്പന, പിന്നെ അവര് ശേഖരിച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ വെള്ളിയോ സ്വർണമോ നാണയങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല, പാവങ്ങളൊന്നുമില്ല, അതെല്ലാം വാരി കെട്ടിയെടുക്കാനും പ്രവാചകൻ കൽപ്പിക്കും. എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കരുത്. അവരും നമ്മളെ പോലെയുള്ള മനുഷ്യരാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ ഉള്ളിൽ ഒരു മനുഷ്യത്വം വേറെ വേണം. ആരുടെ ശിക്ഷണങ്ങളാണ് കഷ്ടമായിരിക്കുന്നത്? നമ്മുടെ ഓക്കെ, ശരി. മദീനയുടെ ഹൃദയഭാഗത്തായി ധാരാളം കുഴികൾ രൂപപ്പെട്ടു, നബിയും നബിയുടെ കിങ്കരന്മാരുമായിട്ട്. ചങ്ങലകളാൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ ബനൂ ഖുറൈള എന്ന് പറയുന്ന ഗോത്രത്തിലെ
700ഓളം പുരുഷന്മാരെ കുഴിക്കു മുന്നിൽ കുനിച്ചു നിർത്തി. 700 പേരെ. നമ്മൾ ആ 700 പേരെയും ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. അവർ അലമുറയിടുന്നുണ്ടാവും. സകല പ്രതീക്ഷകളുമറ്റ് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ അവർ എന്ത് ചെയ്യും? പോരാടി മരിക്കാൻ പോലും സാധിക്കാത്ത നിലയിൽ ഒരു നിമിഷം നിങ്ങൾ അവരാകണം, അവരിൽ ഒരാളാകണം. അവര് നമ്മുടെ ആരൊക്കെയോ ആകണം. എന്നാലേ നമുക്ക് അതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ സാധിക്കും. 700ഓളം പുരുഷന്മാരെ കുഴിക്കു മുന്നിൽ കുനിച്ചു നിർത്തിയ പ്രവാചകന്റെ 2 അനുചരന്മാർ, 1 അലി, 2 സുബൈർ. ഇവരുടെ നേതൃത്വത്തിൽ ഓരോരുത്തരെയും കുഴിയിലേക്ക് തള്ളുന്നു. പറയണം നിങ്ങൾ, ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായി അള്ളാഹു ഇറക്കി തന്ന ഒരു പുസ്തകവും ആ പുസ്തകത്തെ വഹിക്കുന്ന മാനവരിൽ മഹാമ്ലേച്ഛനും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന മാതൃകകളാണ് ഇതൊക്കെ. കാരുണ്യത്തിന്റെ തിരുദൂതൻ എന്താ പറയുന്നത്? റഹ്മത്തൽ ലിൽ ആലമീൻ, ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകാ പുരുഷോത്തമനായിട്ടുള്ള പ്രവാചകൻ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും നല്ല വടിവൊത്ത മാതൃകാ പുരുഷോത്തമൻ അനുയായികളോട് ഈ രൂപത്തിൽ കൽപ്പിക്കുന്നെങ്കിൽ ആ നേതാവിനെ പിൻപറ്റുന്ന അനുയായികളുടെ നിലവാരം എന്തെന്ന് ആലോചിച്ചു നോക്ക്. ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ പോലും ആരെങ്കിലും ഒരാളൊക്കെ പറയണ്ട, അത് വേണ്ട, അത് ഇത്രയും ഒക്കെ ചെയ്യണ്ട കേട്ടോ, അതല്ലെങ്കിൽ പിന്നെ ലഹരി വല്ലതും ബാധിച്ചിരിക്കണം. ഇതൊക്കെ ഇവര് പറയും. ഇസ്ലാമിനെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്, അത് മതിയെന്ന്. ബനൂ ഖുറൈള കൂട്ടക്കൊലയെ സംബന്ധിച്ചും പ്രവാചകന്റെയും അനുയായി വൃത്തങ്ങളുടെയും കാരുണ്യത്തെ സംബന്ധിച്ചും അവരുടെ ഈ മനുഷ്യത്വ രാഹിത്യത്തെ സംബന്ധിച്ചും ആര് പറയും? നമ്മളല്ലാതെ. അത് ഡിസ്കസ് ചെയ്യാതെ എങ്ങനെയാ ഇസ്ലാം സമാധാനപൂർണമാകുന്നത്? ആ ഇസ്ലാമിനെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് ആ കാരുണ്യത്തിന്റെ മതമായ ഇസ്ലാമിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ വേണം. എനിക്കത് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തണം. ഇനിയിപ്പോ ഇവർക്ക് എന്താണ് ഈ ഗുഹ്യഭാഗത്തുള്ള രോമങ്ങളോട് പഠിച്ചോൻ എന്താ ഇത്രമാത്രം കലിപ്പ്? ഞാനത് കുറെ നോക്കുമ്പോൾ ഉസ്താദുമാരും ഇത് തന്നെയാ പറയുന്നത്. നോക്കിയോ, ഒരു ഉസ്താദിന്റെ വീഡിയോ ആണ്. പൂർണ്ണ നഗ്നരായി കിടക്കുന്നതും നഗ്നതയിൽ നോക്കുന്നവരും ഗുഹ്യരോമം, നഖം, മുടി, കക്ഷരോമം തുടങ്ങിയവ മറവ് ചെയ്യാത്തവരും നിർബന്ധമായും കണ്ടിരിക്കേണ്ടുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു യുവ പുരോഹിതൻ ഒരു വീഡിയോ പുറത്തു വിടുക. പിന്നെ നമുക്ക് വീഡിയോ ഒന്ന് കേൾക്കാമല്ലേ? ശരി. സൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ നോക്കാനും കൂടി പാടില്ല എന്ന്. നമ്മുടെയൊക്കെ സ്വന്തം ഔറത്താണെങ്കിൽ പോലും ഒരു ആവശ്യവുമില്ലാതെ ആ ഔറത്തിലേക്ക് നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കാനും കൂടി പാടില്ല. മനസ്സിലായില്ലേ? സ്വന്തം ശരീരത്തിലേക്ക് നമ്മൾ നോക്കാൻ പാടില്ല എന്ന്. സ്വന്തം നഗ്നത നമ്മൾ കാണാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. പ്രവാചകന്റെ ഭാര്യമാരുടെ നഗ്നത അദ്ദേഹം കണ്ടിട്ടില്ല എന്നാ പറഞ്ഞു. അതേപോലെ പീരീഡ്സ് ആയിരിക്കുന്ന സമയത്ത് ഒരു ഇസാർ, ഒരു
പിന്നെ പീരീഡ്സ് ആകുമ്പോൾ ഉടുക്കുന്ന ഒരു വസ്ത്രം മാത്രം ഉടുത്തുകൊണ്ട് ഞാനും പ്രവാചകനും ഒരുമിച്ച് കിടന്നു എന്നൊക്കെ പറയുന്ന ഹദീസുകൾ എമ്പാടുമുണ്ട് കേട്ടോ. അപ്പോ ഒരു കാര്യം മാത്രം ചിന്തിച്ചാ മതി, ഇവരെല്ലാ കാര്യങ്ങളിലും കടന്നു വരുന്നുണ്ട്, വേണ്ടുന്ന കാര്യങ്ങളിലല്ല. ഈ ചിന്താ വൈകല്യം, ലൈംഗിക വൈകൃതങ്ങൾ ഉള്ളവരുടെ ലക്ഷണമാണിതെല്ലാം. അപ്പോ ഉസ്താദ് പറയട്ടെ, നമുക്കത് കേൾക്കാം. നമ്മുടെയൊക്കെ സ്വന്തം ഔറത്താണെങ്കിൽ പോലും ഒരു ആവശ്യവുമില്ലാതെ ആ ഔറത്തിലേക്ക് നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കാനും കൂടി പാടില്ല എന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ സ്വന്തം ഔറത്താണ്, നമ്മുടെ സ്വന്തം നഗ്നതയാണ്. ആ സ്വന്തം നഗ്നതയിൽ പോലും ഒരു ആവശ്യവുമില്ല എങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യരുത്, നമ്മൾ നോക്കാൻ പാടില്ല. ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. ഒരു ആവശ്യമില്ല എങ്കിൽ അതിലേക്ക് നോക്കാൻ പാടില്ല. അള്ളാഹു തആല നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. അത് ആരാണ്ടത് നോക്കാം അല്ലേ? ജൂതന്മാരുടെ നിക്കറൂരി നോക്കാം, കുഴപ്പമില്ല, അതൊരാവശ്യമാണല്ലോ. പഹൽഗാം ഭീകരാക്രമണത്തിൽ 29 കാഫിറുകളുടെ നിക്കറൂരി ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തിയ ആ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന പാക് തീവ്രവാദികളുടെ കൃത്യത്തെ ഇവരാരെങ്കിലും എതിർത്തോ? ഇത് മതരഹിതമാണ് എന്ന് പറഞ്ഞു. പ്രവാചകൻ ഇവിടെ കാണിച്ചു തന്നത് ആ ബനൂ ഖുറൈളയിൽ. ഓക്കെ, അപ്പൊ കുളിക്കാൻ നേരത്തെ ചില ആളുകള് ഉടുതുണി ഇല്ലാതെ മുഴുവനായിട്ട് നിന്ന് കുളിക്കുന്നുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ പോലും നിന്ന് കുളിക്കാൻ പാടില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഴുവനെ നിന്ന് കുളിക്കാൻ പാടില്ല. സ്വന്തം ശരീരത്തിന്റെ നഗ്നത നോക്കരുത് എന്ന് പറഞ്ഞ പ്രവാചകൻ ബനൂ ഖുറൈള എന്ന് പറയുന്ന ഒരു ഗോത്രത്തിലെ ആളുകളെ മുഴുവനും പിടിച്ചുകൊണ്ടുവന്ന് ആണിന്റെയും പെണ്ണിന്റെയും മുഴുവനും വസ്ത്രം പൊക്കി ഉറപ്പുവരുത്തുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല അല്ലെ? ഒളിഞ്ഞു നോക്കാം, അത് ശരിയാണ് കേട്ടോ, കുഴപ്പമില്ല. ഇവര് സ്വയംഭോഗം ചെയ്യരുത്, വല്ലവരെ കൊണ്ടും പിടിപ്പിച്ചു കുലിക്കാം, കുഴപ്പമില്ല. അത്ര ബുദ്ധിയാണ് ഇവർക്ക് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവർക്ക് ഇവരുടെ ഭാര്യമാരുടേത് നോക്കാൻ പാടില്ല, ആരാൻ്റെത് നോക്കാം. ശരി. അതുപോലെ തന്നെ പൂർണ്ണ നഗ്നരായിട്ട് ഒരേ വിരിപ്പിൽ കിടക്കാൻ പാടില്ല. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും പരിപൂർണ നഗ്നരായിട്ട് കിടക്കാൻ പാടില്ല. മുകളിൽ ഒരു വിരിപ്പെങ്കിലും ഇട്ട് മറച്ചിരിക്കണമെന്ന എനിക്ക് തോന്നുന്നു. പടച്ചോൻ നോക്കി നിൽക്കുന്നു എന്നുള്ള ബോധത്തിലായിരിക്കും നബി ഇത് പറഞ്ഞത്. കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ സ്വകാര്യമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ രഹസ്യ സംഭാഷണത്തിനിടയിൽ പോലും അള്ളാഹു കടന്നു വരുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മില് അവർക്കിടയിൽ ഒരു പ്രണയമുണ്ടായി, അവര് തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിക്കുന്നു. അപ്പൊ ഭാര്യ എന്തോ വിസമ്മതം പറയുന്നത് പോലും ഒളിഞ്ഞു കേൾക്കുകയും പിന്നീട് ആ സ്ത്രീയെ നേരം വെളുക്കുന്നതുവരെ കളി കാണാൻ സാധിക്കാത്ത ഫ്രസ്ട്രേഷനിൽ ശപിക്കുകയും ചെയ്യുന്ന ഒരു പടച്ചവനെ ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. കുഴപ്പമില്ലല്ലോ അല്ലെ? ആ സ്വകാര്യതകളിൽ പോലും വലിഞ്ഞു കയറി വരും. അപ്പൊ പടച്ചോൻ നിന്ന് നോക്കുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കും ഒരു പക്ഷേ നമ്മുടെ നബി പറഞ്ഞത് മുഴുവനെ കിടക്കണ്ടാട്ടാ, മറ്റാള് നോക്കിക്കൊണ്ടിരിക്കുവാണ് നേടാൻ ആകാശത്തിന്റെ അപ്പുറത്ത്. അപ്പോ സ്വന്തം ഔറത്താണെങ്കിൽ പോലും, സ്വന്തം സ്വകാര്യതയുള്ള സ്ഥലമാണെങ്കിൽ പോലും ഒരു ആവശ്യവും കൂടാതെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സയ്ക്കോ അല്ലെങ്കിൽ മറ്റ് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടോ ശുദ്ധിയാക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് അത്യാവശ്യമായ ഘട്ടം വന്നാൽ നമുക്ക് നോക്കുന്നുണ്ട്, തെറ്റില്ല. എങ്കിലും ഒരു ആവശ്യമില്ല അതിലേക്ക് നോക്കി ഇങ്ങനെ ആസ്വദിക്കുക, അതുപോലെ തന്നെ അതിനെ നോക്കി വികാരമുണ്ടാക്കുക, അതുപോലെ തന്നെ മുഴുവൻ. ഹമീദെ, ലിംഗത്തിൽ നിന്ന് കൈയെടുത്തിട്ട് ഞാൻ ഈ പറയണതൊന്ന് കേൾക്കടാ. ഇത് ഞാനാണോ പറയുന്നത് അതോ ഈ ഉസ്താദാണോ പറയുന്നത്? ഞാനാണോടാ പറയുന്നേ? 6-7 വർഷം ഇസ്ലാമിക പാഠശാലകളിൽ പഠിച്ച് ദാരിമിയും ബാക്കവിയും സുല്ലമിയും ബിരുദമെടുത്തിട്ടുള്ള നിന്റെയൊക്കെ കാമഭ്രാന്തന്മാരാണ് ഇത് പറയുന്നത്, ഞാനല്ല. മനസ്സിലായോ? ഒരു ബാക്കവി പറയുന്നതാണിത്. നിന്ന് കുളിക്കുക, ഒരേ വിരിപ്പിൽ തന്നെ പരിപൂർണ്ണ നഗ്നരായിട്ട് കിടക്കുക, ഇതൊക്കെ
ഇതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അള്ളാഹു താല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കട്ടെ. സ്വന്തം ഔറത്താണെങ്കിൽ പോലും അതൊക്കെ നോക്കുന്നവർ ശ്രദ്ധിക്കണം. എന്നാൽ ആവശ്യമുള്ളവരൊക്കെ നമുക്ക് ബന്ധപ്പെടാം. അക്ഷരോമം പഠിക്കണം, അല്ലെങ്കിൽ ആനത്ത് നീക്കം ചെയ്യണം. ആനത്ത് എന്ന് പറഞ്ഞാൽ ഗുഹ്യരോമം. നമ്മൾ ഒരു 40 ദിവസം കൂടുമ്പോഴത്തേക്ക് നമ്മുടെ ഗുഹ്യരോമം, കക്ഷരോമം, നഖം, അതുപോലെ തന്നെ മറ്റ് സ്വകാര്യതകളിലുള്ള രോമങ്ങളൊക്കെ നീക്കം ചെയ്യണമെന്നാണ്. അല്ലെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ വിയർപ്പും അഴുക്കും ഒക്കെ കെട്ടി നിന്നുകൊണ്ട് പല വിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകുമെന്ന് സയൻസും പറയുന്നുണ്ട്, ഡോക്ടർമാരും പറയുന്നുണ്ട്, നമ്മുടെ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ കാലയളവിൽ കക്ഷരോമം, അതുപോലെ തന്നെ ഗുഹ്യരോമം, അതുപോലെ തന്നെ നഖം, അതുപോലെ തന്നെ മുടി, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടും നീക്കം ചെയ്തിരിക്കണം. ആ നീക്കം ചെയ്ത സാധനം ഒന്നുകിൽ സ്ത്രീയുടേതാണെങ്കിൽ അത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, കുഴിച്ചു മൂടിയിടണം. നിർബന്ധമായിട്ടും അത് മറച്ചിരിക്കണം. ആണുങ്ങൾക്ക് അത് മറ്റു ദൃഷ്ടിയിൽ എത്താത്ത രീതിയിൽ എന്ത് ചെയ്യാം, ഒളിപ്പിച്ചു വെക്കുകയോ, അല്ലെങ്കിൽ അത് കൂടുതലും അത് ഉപേക്ഷിക്കുന്നത് അതെന്ത് ചെയ്യാം, കുഴിച്ചിടുന്നത് തന്നെ മറവ് ചെയ്യും. അല്ല, ഈ വടിക്കുന്ന രോമം പിന്നീട് കണ്ടാൽ എന്ത് സംഭവിക്കും? വികാരം ഉണ്ടാകുമോ ഉസ്താദെ? ഏ നമ്മൾ വെട്ടിക്കളയുന്ന നഖം പിന്നീട് കണ്ടാൽ എന്ത് സംഭവിക്കും ഉസ്താദെ? ഉദ്ധാരണം ഉണ്ടാകുമോ? ഉം അല്ല, മുടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കയറി ബലാത്സംഗം ചെയ്യാൻ തോന്നുമോ നിനക്കൊക്കെ? അല്ല, ഈ മുടി മണ്ണ് കുഴിച്ചു കുഴി വെട്ടി തന്നെ മൂടണം എന്ന് പറയുന്നത് എന്താ? ഇത് വേസ്റ്റ് അല്ലേ? ബോഡി വേസ്റ്റ് അല്ലേ? ഇത് പുറത്ത് വന്നു കഴിഞ്ഞത് പിന്നീട് കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് കുഴിച്ച് തന്നെ ഇടണം എന്നെന്താ പറയുന്നത്? അതെ, ഗുഹ്യം വിട്ട്, ലിംഗം വിട്ട്, യോനി വിട്ട്, കളി വിട്ട്, കുളി വിട്ട്, യുദ്ധം വിട്ട്, നമ്മളില്ലേ ചേറ്റകള്. ായിരിക്കും നല്ലത്. അള്ളാഹു താല പഠിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ചില ഉമ്മമാരുണ്ട്, നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ചുമ്മാ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ തല കോതിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചീവിയിട്ട്, ഇങ്ങനെ മുടി ചുമ്മാ ഇങ്ങനെ ചുറ്റിയെടുത്ത് അവിടെ അവിടെ കൊണ്ടുവയ്ക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നഖമാണെങ്കിലും കക്ഷരോമമാണെങ്കിലും ഗുഹ്യരോമമാണെങ്കിലും ഒക്കെ അത് നീക്കം ചെയ്യണം. അത് വൃത്തിയുടെ ഭാഗമാണ്, അത് ശുചിത്വത്തിന്റെ ഭാഗമാണ്. ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിന്റെയോ, ഭർത്താവിന് വേണമെങ്കിൽ ഭാര്യയുടെയോ എന്ത് ചെയ്യാം, ഗുഹ്യരോമങ്ങളോ അതുപോലെ തന്നെ കക്ഷരോമങ്ങളോ ഒക്കെ നീക്കി കൊടുക്കാൻ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തി ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഉസ്താദ് അത് പറയാത്തത് കൊണ്ടാണ് ഇതുവരെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അത് മനസ്സിലാകാതെ പോയത്. ഭർത്താവിന് ഭാര്യയുടെ ബാർബറാകാം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ബാർബറാകാം. അത് സുന്നത്താണോ ഉസ്താദെ, അതോ ഫർലാണോ ഉസ്താദെ? അതും കൂടി ഒന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു പക്ഷേ ഇത് അറിയാത്തത് കൊണ്ട് എത്രയോ സ്ത്രീകളും പുരുഷന്മാരും നീട്ടിയിട്ട് പിന്നിയിട്ട് വളർത്തി നടക്കുന്നുണ്ടാകും. അതുകൂടി പറയണം നിങ്ങൾ. എന്തായിരുന്നാലും ഇത്രയും പറഞ്ഞില്ലേ, നിസ്കാരത്തെ കുറിച്ച് പറയാത്ത, എങ്ങനെയാണ് നോമ്പ് പിടിക്കേണ്ടതെന്ന് പറയാത്ത, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് അതിന്റെ ഒന്നും പറയാത്ത പടച്ചോനും പ്രവാചകനും. എന്തായിരുന്നാലും കളിയെക്കുറിച്ചും കുളിയെക്കുറിച്ചും ഒരൊറ്റ ഈച്ച് ആൻഡ് എവറി പോയിന്റ് വിടാതെ പറഞ്ഞു. എന്നാലും സൂക്ഷ്മത പുലർത്തുന്നതാണ് നല്ലതെന്നൊക്കെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. വീട്ടിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, പഴയ ഉമ്മമാരൊക്കെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പൊ ചെയ്യുന്നുണ്ടാവും. നമ്മൾ കോതിയ മുടി, അല്ലെങ്കിൽ നഖം അവിടെ അവിടെ ഇട്ടിട്ട് പോകും, പിന്നെ കുഴിച്ചിടാതെ അവിടെ ഇട്ടിട്ട് ഇങ്ങനെ പാറി പറന്ന് ഇങ്ങനെ കളിക്കണാണ്, അല്ലെങ്കിൽ മുകളിൽ ഇങ്ങനെ കൊട്ടക്കണക്കിന് ഇങ്ങനെ വെച്ചിരിക്കണാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവൂലേ? അതങ്ങനെ വെക്കാൻ പാടില്ല. അതുകൊണ്ടൊന്ന് കുഴിച്ചു അല്ലെ, ആരും കാണാത്ത രീതിയിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കും, അല്ലെ മറവ് ചെയ്യും, എന്തെങ്കിലും വേണ്ട. നിത വേറെ വല്ല ലൈവിലും കേറി പോകച്ചേ. നിന്നോട് ഇവിടെ വരാനെന്ന് ആരാ പറഞ്ഞേ? ഏ ഇവിടെ ഇങ്ങനെ കൂട്ടി വെക്കുന്നത്, അത് ഒന്നാമത്തത് അത് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും. അതുപോലെ തന്നെ അത് നിർബന്ധമായിട്ടും അത് വേറൊരാൾ കണ്ടോണ്ട് വന്നാൽ അത് അവരുടെ ഔറത്തിന്റെ ഭാഗമാണ്. ഇതല്ലേ, കാണാൻ പാടില്ലല്ലോ. അങ്ങനെയൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുണ്ട്. നഖം വെട്ടിയിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് പോകും. നഖം വെട്ടി പോലും കഴുകാറില്ല. വെട്ടിയ നഖം വെട്ടി കഴുകണമെന്നാണ്. വെട്ടിയ നഖം വെട്ടി കഴുകണം. അതുപോലെ തന്നെ കൈ നല്ലോണം സോപ്പിട്ട് കഴുകണം. ആ നഖം വെട്ടിയ ഉടനെ നമ്മുടെ കയ്യോ മുഖം. ഞാനത് പറഞ്ഞത് എന്തിനാണെന്ന് അറിയാമോ? നഖം വെട്ടിയാൽ കഴുകണം, ഗുഹ്യരോമം കളയണം, അത് കുഴിച്ചു മൂടണം. ശരി, ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ട കുളിക്കണം ഉസ്താദെ. ഇതിനെക്കാട്ടിൽ വലിയ വൃത്തികേടല്ലേ ഉസ്താദെ അത്? 11 ഭാര്യമാരെയും മത്തിയടുക്കിയതുപോലെ അടുക്കി കിടത്തിയിട്ട്, 11 ഭാര്യമാരെയും ഒരൊറ്റ മണിക്കൂർ കൊണ്ട് വേഴ്ച നടത്തിയിട്ട് ഒരൊറ്റ കുളിയാണ് കുളിച്ചത് എന്നല്ലേ ബുഖാരി പഠിപ്പിച്ചത് പ്രവാചകന്റെ ചര്യയെ കുറിച്ച്? ഇതിനും വലിയ വൃത്തികേട് ഏതാ ഉസ്താദെയുള്ളു? ഇതൊക്കെ പറഞ്ഞ നബിയാണ് നഖം വെട്ടിയിട്ട് ഉണ്ടാക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ ഉടനീളം വേണ്ടേ മുത്താതെ ഇത്തരം കാര്യങ്ങളൊക്കെ? വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിന്റെ നിഖില മേഖലകളിലും നമ്മൾ ഹൈജീൻ ആയിരിക്കണം. ഓക്കെ,
നബി എന്ത് പണിയാടാ എടുത്തിരുന്നത്? 11 ഭാര്യമാരെയും പണിയെടുത്ത പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ നീ എന്തിനാടാ എന്റെ പണിയെ കുറിച്ച് ചിന്തിക്കുന്നത്? ഞാനങ്ങ് ചിന്തിച്ചാ പോരെ? അതല്ലേ. ഭക്ഷണത്തിൽ തുപ്പാനും മൂത്രമൊഴിക്കാനും തൂറാനും ഒക്കെ പഠിപ്പിച്ച പരിവാചകനും ഗുണ്ടകളും പണയുമായി ഇപ്പോ നഖം വെട്ടിയിട്ട് കണുകണം പോലും. 11 ഭാര്യമാരുമായിട്ടും ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അത്രമാത്രം സ്പീഡിൽ ആൾക്കെന്തെങ്കിലും വെപ്രാളം എവിടെയെങ്കിലും പോകാൻ ധൃതി ഉണ്ടായിരുന്നോ? അതൊക്കെ ചെയ്തിട്ട് 11 ഭാര്യമാരുമായും സംഭോഗത്തിൽ ഏർപ്പെട്ടിട്ട് ഒരൊറ്റ കുളിയാണ് കുളിച്ചത് എന്ന് സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന കുളി എന്ന അധ്യായത്തിലെ ഹദീസിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴല്ലേ ഈ പ്രവാചകന്റെ വൃത്തി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നഖം വെട്ടുന്നതും ഗുഹ്യരോമം കളയുന്നതും ഒക്കെ നിങ്ങൾ സുന്നത്തായും ഫറലാക്കിയൊക്കെ കൊണ്ടുവരുമ്പോ നമ്മള് ബനൂ ഖുറൈലയിലെ കൂട്ടക്കൊലയെ കുറിച്ചിട്ട് നിങ്ങളോടൊന്ന് ചോദിച്ചറിയിക്കും. നിങ്ങൾ അത് പഠിക്കണം, പറയണം. പ്രവാചകൻ ഇതൊക്കെയാണ് ജനങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറയും. ഒരിക്കലും ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കാത്ത, ഇങ്ങനെ ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു. മുസ്ലിം തീവ്രവാദം തഴച്ചു വളരുന്ന, ഹമാസോളികൾ അരങ്ങ് തകർക്കുന്ന ഈ കേരളത്തിലെ മതേതരന്മാരുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ആകുലതകളാണ് എന്നെ ഇത് നിരന്തരം നിങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. വടക്കൻ കേരളത്തിലും മലബാറിലും എങ്ങനെയാണ് മുസ്ലിം ജനസംഖ്യയും അവരിലെ തീവ്രവാദവും വർദ്ധിച്ചത് എന്ന് ആകുലതയോടുകൂടി നോക്കിക്കാണുന്നത് കൊണ്ടാണ് എനിക്കിത് നിങ്ങളോട് പറയേണ്ടി വരുന്നത്. നിർബന്ധിപ്പിച്ചു മതം മാറ്റിയ വിഭാഗക്കാരാണ് മലബാറിലും വടക്കൻ കേരളത്തിലും ഏറ്റവും കൂടുതൽ എന്നതിന് ഏറെ തെളിവുകൾ ചരിത്രം നമുക്ക് മുമ്പിൽ നിവർത്തി വെക്കുന്നുണ്ട്. തൃശ്ശൂരിന്റെയും പാലക്കാടിന്റെയും അതിർത്തി പങ്കിടുന്ന ഭാരതപ്പുഴയുടെ ചരിത്രം, ആ ഭാരതപ്പുഴയുടെ തീരത്തുകൂടിയാണ് ടിപ്പു മലബാറിലേക്ക് പ്രവേശിച്ചത് എന്ന ചരിത്രം നമ്മൾ അറിയണം. ഭാരതപ്പുഴയുടെ തെക്കോട്ട് ടിപ്പു കാര്യമായിട്ട് പ്രവേശിച്ചിട്ടില്ല, അവിടെ സാധിച്ചിട്ടില്ല. രാജാക്കന്മാർ, നാടുവാഴികൾ, നാട്ടുരാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഭാരതപ്പുഴയുടെ തെക്കൻ ഭാഗങ്ങളിൽ മുസ്ലിങ്ങളുടെ സാന്നിധ്യം ഇപ്പോഴും കുറവാണെന്ന് നമുക്ക് കാണാം. അവിടുത്തെ ആളുകൾ പൊതുവെ കുറിച്ച് ശാന്തശീലമാണ്. ടിപ്പു നിർബന്ധിത മതപരിവർത്തനം ചെയ്തതിന് ഒരുപാട് തെളിവുകൾ ഇവിടെയുണ്ട്. 3 പതിറ്റാണ്ട് മുമ്പ് വരെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം മതം ഇത്രമാത്രം തീവ്രമായിരുന്നില്ല. മുസ്ലിങ്ങൾ മാത്രം മതിയെന്നും മറ്റുള്ളവരെ അസഹിഷ്ണുതയോടുകൂടി നോക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നില്ല. തന്നെയുമല്ല, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്ന ഇത്തരം യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളെ കുറിച്ച് അവർക്ക് അറിയുമായിരുന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം, അടിസ്ഥാന വിദ്യാഭ്യാസം അവർക്കുണ്ടായിരുന്നില്ല. പള്ളിയിലെ ഉസ്താദുമാര് പറയുന്ന വഷള് പരമ്പരകളിലൂടെ എന്താണോ അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് അത് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഒന്നും അർത്ഥമറിയില്ല. മക്കൾക്ക് പേരിടണമെങ്കിൽ പോലും ഓടിപ്പോകും ഉസ്താദിന്റെ അടുത്തേക്ക് അർത്ഥമുള്ള പേരിന് വേണ്ടി. അങ്ങനെ ആകെക്കൂടെ മലബാറിലെ മുസ്ലിങ്ങളുടെ ഇസ്ലാം ഉസ്താദുമാരുടെ നാവിൽ നിന്ന് വരുന്നത് മാത്രമായിരുന്നു. അതുകൊണ്ട് 1921 ശേഷം അവരെ കൊണ്ട് 3 പതിറ്റാണ്ട് മുമ്പ് വരെ വലിയ കോലാഹലങ്ങള്, കോളിളക്കങ്ങള്, ഈ മതപരിവർത്തനങ്ങള്, യുദ്ധങ്ങൾ, കൊള്ളകൾ, കൊലകൾ, തീവ്രവാദങ്ങൾ, അന്യമത വിരുദ്ധതകൾ, ഏകപക്ഷീയമായിട്ടുള്ള ഐക്യപ്പെടൽ, ഇത്തരം രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത കാക്കമാര് തലയിൽ വെള്ള വലത്തൊപ്പിയും വെച്ച് മീശയും വടിച്ച് ആടിനെ പോലെ കുറച്ച് കൂടയും താടിയിൽ നീട്ടി വളർത്തി അറബി നാടുകളിലേക്കൊക്കെ പ്രവേശിച്ച് മതത്തിന്റെ അടിത്തറ എന്താണ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ച അറബികളുമായി ഓരം ചേർന്ന് നിന്ന് ഹോട്ടലുകള്, കടകള്, അങ്ങനെയൊക്കെ
ഒരുപാട് പണിയെടുത്ത് അതിൽ നിന്നുണ്ടാക്കിയ കോടികൾ കൊണ്ട് പുതിയ തലമുറയ്ക്ക് അവർ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ അടിത്തറ പകർന്നു കൊടുത്തു. ഇന്ന് നമ്മുടെയൊക്കെ ചെറിയ കാലത്ത് ഉണ്ടായിരുന്നത് ഓലപ്പെരകളായിരുന്നു മത പഠന കേന്ദ്രങ്ങളൊക്കെ. ഇന്ന് എന്തായി? ഇന്ന് എങ്ങനെയായി? അത് ഏത് രൂപത്തിലാണ് ഇന്നതായി നിൽക്കുന്നത്? അമ്പരചുംബികളായിട്ടുള്ള കൊട്ടാര സൗധങ്ങൾ, ശീതീകരിച്ച മുറികൾ, ടൈല് വേണോ, മൊസൈക്ക് വേണോ, ഇന്റർലോക്ക് വേണോ, ഗ്രാനൈറ്റ് വേണോ, ഉസ്താദുമാരുടെ മുറികൾ പോലും ശീതീകരിച്ചിരിക്കുന്നു. അത്തറില്ലാതെ, സ്പ്രേ അടിക്കാതെ, ഫേഷ്യൽ ചെയ്യാതെ നടക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഇന്ന്. ഈ അറബ് നാടുകളിൽ നിന്നൊഴുകിയ പണത്തിന്റെ കുത്തൊഴുക്കാണ് അവരെ അതിന് പ്രേരിപ്പിച്ചത്. അങ്ങനെ ആ പണത്തിന്റെ ഒഴുക്ക് കൂടിയപ്പോൾ അവരുടെ മതത്തിനകത്തുള്ള അന്യമത വിരുദ്ധതയും കൊള്ളയും കൊലയും ബലാത്കാരവും മതപരിവർത്തനവും എന്നു വേണ്ട പൊതുസമൂഹത്തിലേക്ക് ഇതൊക്കെ അള്ളിപ്പിടിച്ചു. മറ്റുള്ളവരോട് അസഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ അവർ നിർബന്ധിതരായി. അറബി കൊടുക്കുന്ന പണം, അറേബ്യയിൽ നിന്നൊഴുകിയെത്തുന്ന പണം, അവര് വലിച്ചെറിയുന്ന പർദ്ദകൾ, അവർ വലിച്ചെറിയുന്ന സംസ്കാരങ്ങൾ കേരളത്തിലെമ്പാടും ഇപ്പോൾ ഒരുപാട് ഉയർന്നു നിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി. കോടിക്കണക്കിന് പണം അതിലൂടെ അവർക്ക് വരാൻ തുടങ്ങി. അതിനുവേണ്ടി അവർ മതപരിവർത്തനത്തിന് ഇറക്കി കൊടുക്കുന്നു, ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റിക്ക് ഇറക്കി കൊടുക്കുന്നു, മുസ്ലിങ്ങളുടെ നവോത്ഥാനത്തിന് വേണ്ടി മതം മാറ്റി കൊണ്ടുവരൂ, പണം തരാം. അങ്ങനെ മുസ്ലിങ്ങള് സമ്പത്ത് കൊണ്ടും കച്ചവടങ്ങളിലൂടെ ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ടി മാത്രം സംവരണം ചെയ്യുന്നതിലും മറ്റുള്ളവരെയൊക്കെ അടിമകളാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഒരു അടിമ സമ്പ്രദായം അവരുടെ ഉള്ളിൽ വളരാനുമൊക്കെ അവർക്ക് പറ്റി. കാരണം ഈ പണം അങ്ങനെയാണ് അഹങ്കാരികളാക്കി മാറ്റും മനുഷ്യരെ. ഇസ്ലാമിക ചരിത്രത്തിൽ ലോകം മുഴുവനും നമ്മൾ കാണുന്നത് ഈ പണത്തിന്റെ ഹുങ്കാണ്. ഈ ഒരു അവസരത്തിൽ കേരളത്തിന്റെ മതേതരത്വമെങ്കിലും സ്വന്തം നിലനിൽപ്പിനു വേണ്ടി, സ്വന്തം രക്ഷയ്ക്കു വേണ്ടി, ഈ നാടിന്റെ നിലനിൽപ്പിനു വേണ്ടി ഈ യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗൾഫ് പണത്തിന്റെ അഹങ്കാരത്തിൽ വളർന്നു വന്ന ഇവര് പിന്നീട് മറ്റുള്ളവരെ അടക്കി ഭരിക്കുകയും താൻ പ്രമാണിത്വം കാണിക്കുകയും ചെയ്തു തുടങ്ങി. ഇന്ന് അറേബ്യൻ ഫുഡ് സമ്പ്രദായത്തിലേക്ക് വരെ ഈ കേരളം മാറി ചിന്തിച്ചില്ല, ഇല്ലേ? അറേബ്യൻ സംസ്കാരം, അറേബ്യൻ വേഷവിധാനങ്ങൾ. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ ഞങ്ങൾക്ക് അപ്പിക്കുപ്പായവും ഐഡന്റിറ്റി മറയ്ക്കുന്ന ഹിജാബ് നിക്കാബും വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ വരെ സമീപിക്കുന്ന രീതിയിലേക്ക് ഈ കേരളക്കര മാറി ചിന്തിച്ചു. നമ്മൾ വിദ്യാഭ്യാസത്തെ കാണുന്നത് അത്രമാത്രം മഹത്തരമായിട്ടാണ്. അങ്ങനെ ആയിരിക്കുകയും വേണം. നമ്മൾ നമ്മുടെ മക്കളെ ഇത്തരം ആലയങ്ങളിൽ വിടുന്നത് പഠിക്കാനാണ്, പക്ഷെ ഇവര് വിടുന്നത് മതം വളർത്താനാണ്. അതുകൊണ്ടാണ് നിർമ്മല കോളേജിൽ എന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാല് എന്ന രൂപത്തിലേക്ക് കുട്ടികൾ മാറി ചിന്തിച്ചത്. അവര് പറഞ്ഞത് എന്താ? ഞങ്ങളിപ്പോൾ മെജോറിറ്റി ആയില്ലേ, എന്താ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ സ്ഥലം തന്നാല്? ഇന്ന് ഈ കോളേജിൽ എത്ര ശതമാനം മുസ്ലിം കുട്ടികളുണ്ടോ അതിന്റെ എത്രയോ മടങ്ങ് നാളെയും മറ്റന്നാളിലും അടുത്ത വർഷങ്ങളിലുമായി സമീപ കാലഘട്ടങ്ങളിൽ വർദ്ധിക്കാൻ നിൽക്കും. അതുകൊണ്ട്
ഞങ്ങൾക്ക് എന്താ നമസ്കരിക്കാൻ സ്ഥലം തന്നാൽ, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്താണ് ഒരു പള്ളി തന്നാല് എന്ന് തോന്നുന്ന രൂപത്തിലേക്ക് ഇവര് മാറിയിരിക്കും. ഇന്ന് നമ്മളെ പോലെയുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇസ്ലാമിന്റെ മഹത്വങ്ങള്, മാനവരിൽ മനോഹരന്റെ അലവലാതിയുടെ തെണ്ടിത്തരങ്ങൾ ഇന്നിവർക്ക് പബ്ലിക്കിനോട് പറയാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് നിങ്ങൾ സംവദിക്കാൻ തയ്യാറാക്. ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ വച്ചിട്ട്, ഖുർആനും ഹദീസും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും പ്രവാചകന്റെ ചരിത്ര പുസ്തകങ്ങളും വച്ചിട്ട് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് ലോക ജനങ്ങൾക്ക് മുഴുവനും മാർഗദർശനമായി അള്ളാഹു നൽകിയ മഹത്തായ സന്ദേശമാണിത് എന്ന് സമർത്ഥിക്കാൻ? അതല്ലേ ചെയ്യേണ്ടത്, അല്ലേ? ഇതൊരു ചാലഞ്ചായിട്ടാണ് നിങ്ങൾ കൂട്ടുന്നതെങ്കിൽ അങ്ങനെ കൂട്ടിക്കോ, ഒരു കുഴപ്പവും ഇല്ല. യാത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട്. എന്തിനാ? യാത്രക്കാരായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം. അങ്ങനൊക്കെ പല പള്ളികളും എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലാതെ വിശ്രമ സ്ഥലമല്ല. എല്ലാവർക്കും കയറി മൂത്രമൊഴിക്കാനും കയറി കിടക്കാനും കുട്ടികൾക്ക് പാല് കൊടുക്കാനും ഒന്ന് വിശ്രമിക്കാനും ഒന്നും പറ്റുന്ന സ്ഥലമല്ല അത്. അപ്പോ ഇസ്ലാം ഭയങ്കരമായിട്ടുള്ള ഹൈജീനായിട്ടുള്ള മതമാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് മാനവരെ വൃത്തിയാണ്, നല്ല സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മേക്കപ്പ് ഇട്ടിപ്പിക്കൂ. ഈ പ്രവാചകൻ എന്താണ് എന്ന്, ഈ പ്രവാചകൻ എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രവാചകന്റെ ചരിത്രങ്ങളിൽ നിന്ന്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഒപ്പിയെടുത്തു വച്ചിട്ടുള്ള ചരിത്രങ്ങളിൽ നിന്ന് ഈ പ്രവാചകന് മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. നമ്മള് ഇന്ന് കച്ചവട രംഗങ്ങൾ മുസ്ലിങ്ങൾ കൈയടക്കി എന്ന് പറയുന്നല്ലോ, അത് അവരുടെ കഴിവാണ്, മനസ്സിലാക്കുന്നു. ഞാൻ അതിനെ മോശമായിട്ടല്ല പറയുന്നത്. ഭൂമിയായിരുന്നാലും എല്ലാം മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു. ഇന്ന് കപ്പ ബിരിയാണി, കൊള്ളിയും ബോട്ടിയും, അതുപോലെ മീൻ ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, കൂന്തൽ കണവ ബിരിയാണി, പിന്നെ മന്തി, അങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക് ആളുകൾ വല്ലാതെ അതിലേക്ക് അങ്ങോട്ട് വീഴുകയാണ്. ഇതൊക്കെ വിൽക്കുന്നത് സാധാരണക്കാരാണ്, വാങ്ങുന്നതും സാധാരണക്കാരാണ്. ഒരു പക്ഷേ ഒരു കാലത്ത് വയറ്റിപ്പിഴപ്പിന് വേണ്ടി മാത്രം ജോലി ചെയ്യുന്ന ആളുകൾ ഗൾഫ് രാജ്യങ്ങളിൽ കുടിയേറി കൈ നിറയെ പണം വന്നപ്പോൾ ആ പണമിട്ട് ധൈര്യത്തോടെ വീണ്ടും വീണ്ടും പണം പിടിക്കാൻ അവർ ശ്രമിച്ചു. പിന്നീട് കോടീശ്വരനായ അഹമ്മദ് ഹാജിയുടെ ടൈൽസ് കടകൾ നമ്മൾ കണ്ടു. കോടീശ്വരനായിട്ടുള്ള സലീം ഹാജിയുടെ മയക്കുമരുന്ന് ശൃംഖലകൾ നമ്മൾ കണ്ടു. അബ്കാരികളാകുന്ന മുറിയൻ കാക്കാമാരെ നമ്മൾ കണ്ടു. ഇവരോട് ലക്ഷക്കണക്കിന് പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നു, ടൈല് പോലെയുള്ള സാധനങ്ങളൊക്കെ. ഒന്നല്ലൊരായിരം വട്ടം നമ്മൾ ചിന്തിക്കേണ്ടുന്ന സാഹചര്യത്തിലൂടെയാണ് ഈ കേരളം പോകുന്നത്. ഈ പണം, നമുക്ക് സാധനമാണ് വേണ്ടത്, നമ്മൾ ആളെ നോക്കുന്നില്ല, കടകൾ നോക്കുന്നില്ല. കുറച്ച് ആദായത്തിന്, കുറച്ച് സഹായ വിലയ്ക്ക് എവിടെ നിന്ന് കിട്ടുന്നു അവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നു. പക്ഷേ ഈ പണം, ഈ ലാഭം ഇവരെന്തിന് വിനിയോഗിക്കുന്നു? ആർക്കെതിരെ വിനിയോഗിക്കുന്നു? ഈ രാജ്യത്തിനെതിരെ ഇവർ ഈ പണം ഉപയോഗിച്ച് നമ്മളെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അടുത്ത തലമുറ ഈ പണം വെച്ച് ഖുർആൻ കയ്യിലെടുത്ത് മറു കയ്യിൽ ആയുധവും എടുത്ത് തലയ്ക്ക് മീതെ ഓങ്ങുമ്പോൾ അഹമ്മദ് ഹാജി എങ്ങനെയാണ് ഹിന്ദുക്കളുടെ കച്ചവടങ്ങൾ പൂട്ടി കച്ചവടം നേടിയത് എന്നും അതുവഴി കോടികൾ ഉണ്ടാക്കിയത് എന്തിനാണെന്നും, ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാനും മറ്റു അമുസ്ലിങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയാണ് എന്നതിന് ഒരു തർക്കവുമില്ല എന്ന് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഒരു പക്ഷെ നിങ്ങൾക്ക് ഒരു വിദ്വേഷമായിട്ട് തോന്നും. ഒരു കുഴപ്പമില്ല, അതങ്ങനെയാണ്.
ചില കൈക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ എല്ലാവർക്കും പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല. ഇന്നത്തെ കേരള മുസ്ലിങ്ങളുടെ ഉള്ളിലെ വർഗീയ വിഷം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ഇസ്രായേൽ പലസ്തീൻ വിഷയം, ഗാസ വിഷയം, പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകളുടെ താഴെ വരുന്ന കമന്റുകൾ ഒന്ന് വായിച്ചാൽ മതി. ബംഗ്ലാദേശിൽ നടന്ന സംഭവങ്ങളുടെ താഴെ വരുന്ന കമന്റുകൾ ഒന്ന് വായിച്ചാൽ മതി. നമ്മുടെ ചാറ്റ് ബോക്സിൽ വരുന്ന ചില റയർ കമന്റുകൾ ഒന്ന് വായിച്ചാൽ മതി. ഇതാണ് തീവ്രം. പലസ്തീനിലെ ആളുകളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ അയ്യോ ഗാസ, അയ്യോ റാഫ, എനിക്ക് ഉരുട്ടിയ ചോറ് താഴേക്ക് ഇറങ്ങുന്നില്ല, ഓൾ ഐസ് ഓൺ റാഫ. അങ്ങനെ പറഞ്ഞ അലമുറയിട്ടിരുന്ന ആളുകൾ ബംഗ്ലാദേശിലെ വിഷയം വന്നപ്പോൾ എവിടെ പോയിരുന്നു? ഇവരുടെ കണ്ണുനീര്, ഇവരുടെ ഇരവാദം. മനുഷ്യർക്കു വേണ്ടിയാണ് കരയുന്നതെങ്കിൽ ഇവരവിടെയും കരയണമായിരുന്നു. പലസ്തീനിലെ ഹമാസ് ഭീകരർ ജൂത സ്ത്രീകളോട് ചെയ്തത് കണ്ടിരുന്നോ നിങ്ങൾ? കേരളത്തിലെ സുഡാപ്പികൾ കണ്ടിരുന്നോ? മൃതദേഹത്തിന് മുകളിൽ മൂത്രമൊഴിച്ചതും തുപ്പിയതും ചവിട്ടി അരച്ചതും കുതികാല് വെട്ടി. ഇറാഖിലെ ഐസിസ് ഭീകരർ യസീദി സ്ത്രീകളോട് ചെയ്യുന്നത് കണ്ടിരുന്നോ നിങ്ങൾ? 6 വയസ്സുള്ള കുഞ്ഞിന്റെ മുകളിൽ നിന്ന് എഴുന്നേക്കാത്ത 94 വയസ്സുകാരനെ കുറിച്ച് യസീദി 16 വയസ്സുകാരി രക്ഷപ്പെട്ട് ഓസ്ട്രേലിയയിലെത്തിയിട്ട് ആ പെൺകുട്ടി പറയുന്നുണ്ട് വേദനിപ്പിക്കുന്ന ചരിത്രം. എന്റെയും എന്റെ അനുജത്തിയുടെയും മുമ്പിൽ വെച്ച് എന്റെ മാതാപിതാക്കളെ നിഷ്കരുണം കൊന്നവരാണിവർ. ഞങ്ങളെ ഇവർ വെറുതെ വിട്ടില്ല. ഒരു ദിവസം 5ഉം 7ഉം തവണ ബലാത്കാരം ചെയ്യുന്നു. ഞങ്ങൾ മനുഷ്യരാണ് എന്ന് പോലും ഇവരെ കൊണ്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. ഒരാൾ ചെയ്യുമ്പോൾ അടുത്ത ഒരാൾ ക്യൂവിലാണ്. സംയമനത്തോടു കൂടി അവർ കാത്തു നിൽക്കുന്നു എന്നാണ് ആ പെൺകുട്ടിയുടെ ഇന്റർവ്യൂ ഉള്ളത്. ആ ഇന്റർവ്യൂ മൊത്തം എടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ ചാനലിൽ. യസീദി സ്ത്രീകളോട് ഈ ക്രൂരത ചെയ്യുമ്പോൾ അവർ ഉരുവിടുന്നത് ഖുർആൻ വാചകങ്ങളാണ്. ആയിരക്കണക്കിന് യസീദി സ്ത്രീകൾ വിവരിക്കുന്ന വീഡിയോകൾ ഇന്ന് ലഭ്യമാണ്. അതിലേക്ക് നമ്മുടെ കണ്ണും കാതും എത്തുന്നില്ല എന്നതാണ് സത്യം. യസീദി സ്ത്രീകളെ കുറിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരതി നോക്ക്, നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഹമാസിനെ വാനോളം പൊക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ വാദങ്ങൾ അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും നിങ്ങളുടെ മനുഷ്യത്വത്തിന്റെ ഉദാത്തമായിട്ടുള്ള മാതൃകകൾ ഉൾക്കൊള്ളാനും നിങ്ങളെ പോലെ ചിന്തിക്കുന്നവർക്ക് സാധിക്കുമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എനിക്കറിയാം ഖുർആനെയോ തീവ്രവാദികളെയോ വെള്ള പൂശാൻ മുസ്ലിങ്ങൾ വരി വരിയായിട്ട് വരും. എന്നെ നിങ്ങൾക്ക് തെറി വിളിക്കണോ? വായോ, ക്യൂ നിൽക്കണം കേട്ടോ. ഗൂഗിളിലുണ്ടാ, നോക്കി നോക്ക്. ജൂതൻ കൊടുത്ത പണിയ. ഒന്നും മായത്തുമില്ല, മറയത്തുമില്ല. പറഞ്ഞവൻ മറന്നാലും ഏറ് കൊണ്ടവൻ മറക്കില്ലല്ലോ. അതവിടെ തന്നെ ഉണ്ടാകും. ഗൂഗിളിൽ സെർച്ച് ചെയ്യും. എല്ലാ ഭാഷകളിലേക്കും ട്രാൻസ്ലേഷൻസ് ലഭ്യമാണിന്ന്. ഒരു കാര്യം വീണ്ടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭാരതത്തിലെ മതേതരർ, എക്സ്പെഷ്യലി കേരളത്തിലെ മതേതരർ ഉറക്കമുണരുമ്പോഴേക്കും ഈ യാഥാർത്ഥ്യങ്ങളൊന്ന് മനസ്സിലായി വരുമ്പോഴേക്കും ചവിട്ടി നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് കുത്തിയൊലിച്ചു പോയിട്ടുണ്ടാവും. എനിക്കതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. തീവ്രവാദികളെ വെള്ളപൂശി ഈ ഭീകരരോട് മാനവികതയോടുകൂടി പെരുമാറി ഇവരൊക്കെ നല്ലവരാണ്, ഒരവസരം പാർത്തിരിക്കുന്ന കഴുകന്മാരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ 1921 തുവ്വൂർ കിണറിന്റെ ആഴവും പരപ്പും ഇനിയും നമ്മളിൽ ഓരോരുത്തരും അറിയും. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയ ചരിത്ര സംഭവങ്ങളാണ്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് എന്തെങ്കിലും വിരോധമുള്ളത് കൊണ്ടോ
അതല്ലെങ്കിൽ ഇസ്ലാമിനോട് എന്തെങ്കിലും വെറുപ്പുള്ളത് കൊണ്ടോ അല്ല ഇത് പറയുന്നത്. മറിച്ച് ഇതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യങ്ങളാണിത്. എല്ലാവരും ഇത് പറയില്ല, എല്ലാവർക്കും ഇത് തുറന്നു പറയാനും കഴിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. 21 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല, തെച്ചു മിനുക്കാൻ മടിയില്ല എന്ന വാചകം, ആ ഒരു മുദ്രാവാക്യം ഒന്ന് ഓർത്തു വെച്ചോ. അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ, ഓർത്തു വെച്ചോ. ഒന്നുകൂടെ മറന്നടാ, ഒന്നുകൂടെ മറന്നടാ, ഒരു 9കാരന്റെ തൂലികത്തുമ്പിൽ നിന്നും ഉരുത്തിരിഞ്ഞ മുദ്രാവാക്യമാണത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ പിറവിക്കു പിന്നിൽ ഒരുപാട് ഭീകരരും തീവ്രവാദികളുമാണ് എന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റും. കാരണം ഞാനും ഈ ഈറ്റില്ലത്തിൽ തന്നെ വളർന്ന ആളല്ലേ, അതുകൊണ്ട് എനിക്കിത് മനസ്സിലാകുമെന്നാ പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചോണം ഇതൊക്കെ. ഇത്തരം മുദ്രാവാക്യങ്ങളൊക്കെ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുവാണ്, ചിലത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളം എത്രമേൽ ഭീകരതയ്ക്ക് അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഒന്നറിയണം. ഇവരുടെ സ്വഭാവത്തെക്കുറിച്ച്, ഇവരുടെ രീതികളെ കുറിച്ച് വളരെ നല്ല രൂപത്തിൽ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഇസ്ലാം അയ്യോ കറി വെക്കുമ്പോ അയൽക്കാരനെ കൂടി നോക്കിയിട്ട് കറിയിൽ ഒരല്പം വെള്ളം ഒഴിച്ചോ, കുറച്ച് കൊഴുപ്പൊന്ന് കുറച്ചോ, എന്നിട്ടാണെങ്കിലും വേണ്ടില്ല അയൽക്കാരന് കൂടി കുറച്ച് കറി കൊടുക്കണേ. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മാനവരിൽ മനോഹരന്റെ തിരുഗുണങ്ങളെ കുറിച്ചു മാത്രം വാതോരാതെ മൈക്കിനു മുമ്പിൽ വിളിച്ചുകൂവി ഇതാണ് ഇസ്ലാം, സഹിഷ്ണുതയുടെ മതമാണെന്നും അയൽക്കാരന്റെ ജാതി നോക്കാതെ, മതം നോക്കാതെ അവരെ സ്നേഹിക്കാൻ, സംരക്ഷിക്കാൻ, കൂട്ടിപ്പിടിക്കാൻ പഠിപ്പിച്ച മതമാണ് ഇതെന്നും ഇവര് പറയുമ്പോൾ ഇതല്ല ശരി. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവന്റെ കഴുത്ത് നിങ്ങൾ എടുക്കണം. എന്തുകൊണ്ടാ? അവൻ വിശ്വാസിയല്ല എന്നതിന്റെ പേരിൽ, മുസ്ലിം മാതാപിതാക്കളുടെ മക്കളല്ലാത്തതിന്റെ പേരിൽ നിന്റെ അടുത്ത് താമസിക്കുന്ന ബഹുദൈവ വിശ്വാസികളോട് നീ യുദ്ധം ചെയ്യണം. എന്തിന്? അവർ ഇസ്ലാം മതവിശ്വാസികളല്ലാത്തത് കൊണ്ട്. അത് അവരുടെ കുഴപ്പമാണോ പഠിച്ചോനെ? പോരാ, യുദ്ധം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുക മാത്രമല്ല ചെയ്യേണ്ടത്, അവർ നിന്നിൽ കാർക്കശ്യം കാണണം, ഭീകരത കാണണം. നല്ല മതം അല്ലേ? നല്ല മതം, സമാധാനത്തിന്റെ പരിവാചകൻ. ആഹാ, സൂപ്പർ. മാനവരിൽ മഹോന്നതന്റെ ലീലകളെ കുറിച്ചിട്ടല്ലേ നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടതുമൊക്കെ. മാനവരിൽ മഹാ അലവലാദിയുടെ തെണ്ടിത്തരങ്ങളെ കുറിച്ച് നമ്മൾ ധാരാളം കേട്ടല്ലോ, കണ്ടല്ലോ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ചോര കൊണ്ട് കൈ കഴുകി ചോരയിൽ കുളിച്ച് അത് കണ്ട് ആർമാദിച്ചിരുന്ന ഒരു രാക്ഷസ രാജാവിനെ കുറിച്ചിട്ടാണ്. നിങ്ങള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് അർമീനിയൻ വംശഹത്യ എന്നൊന്ന് അടിച്ചു നോക്കണം, ബനൂ ഖുറൈള കൂട്ടക്കൊല എന്നൊന്ന് നോക്കണം. പ്രവാചകൻ ചെയ്ത ഉഹുദ്, ബദർ, ഖന്തക്ക്, ഖൈബർ, അങ്ങനെ ഏതെടുത്താലും ശരി ഒന്നും നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമായിരുന്നില്ല, ഒന്നും പ്രതിരോധത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നില്ല. ഈ അർമേനിയൻ വംശഹത്യ നടത്തിയ ഓട്ടോമൻ സാമ്രാജ്യവും സുൽത്താനും മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം
കേവലം ഭൗതിക ലോകത്തെ രാഷ്ട്രീയ അധികാരികൾ മാത്രമായിരുന്നു. അധികാരം കിട്ടുന്നതിന് വേണ്ടി മാത്രം ചെയ്തതായിരുന്നില്ല. ലോക മുസ്ലിം സമുദായത്തിന്റെ നേതാവ്, ലോക മുസ്ലിങ്ങളുടെ ഭരണാധികാരി, ആത്മീയ നേതാവ്, നമ്മള് പരമോന്നത നേതാവ് എന്നൊക്കെ പറയുന്നില്ലേ, ആയത്തുള്ള അലി ഖൊമേനിയും എർദോഗാൻ എന്ന് പറയുന്ന തുർക്കിയിലെ ഭീകരനും, ഇവരെ കുറിച്ചിട്ടൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ മനസ്സിലാക്കുക. തുർക്കിയുടെ ഭരണാധികാരികൾ മനുഷ്യന്മാരോട് ചെയ്ത ക്രൂരതകൾ, കുരുതികൾ, ഇതിന്റെ ഒക്കെ നേതൃത്വം വഹിക്കുന്ന അധികാരികൾക്ക് എങ്ങനെയാണ് ഇത്രയും പൈശാചികത വന്നത്? എങ്ങനെയാണ് മുന്നിൽ നിൽക്കുന്നത്, കരഞ്ഞു വിലപിക്കുന്നത് തന്റെ സഹോദരനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്, അവന്റെ വേദന എന്താണ് എന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്ക് ഇങ്ങനെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുമോ? കുഴി കുഴിച്ചു കുഴിയുടെ ഓരത്ത് മനുഷ്യരെ കൊണ്ടുപോയി കുനിച്ചു നിർത്തി ചവിട്ടി കുഴിയിലേക്ക് ഇട്ടിട്ട് ജീവനോടെ മണ്ണിട്ട് മൂടാൻ ഇവർക്ക് കഴിയും? ന്യായമായും നമ്മളിലെ മനുഷ്യത്വമാണ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്. ഇസ്ലാമും പ്രവാചകനും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഇത്തരം ക്രൂരതകളോട് പുലർത്തുന്ന സമീപനങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊരു പക്ഷേ സംശയമുണ്ടാകാം. കാരുണ്യത്തിന്റെ തിരുദൂതനാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൻ എങ്ങനെ ഇത് ചെയ്യും? ഇല്ല, എന്റെ പ്രവാചകൻ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് ഒരു പക്ഷേ ആ പ്രവാചകനെ സ്നേഹിക്കുന്നവർക്ക് പറയാം. അങ്ങനെ വിശ്വസിക്കാൻ ന്യായമായും അവകാശമുണ്ട്. കാരണം ഞാനും ഈ മതത്തിനകത്തായിരുന്നപ്പോൾ ഒരിക്കലും ഈ പ്രവാചകൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പറയുന്നവരോട് പോലും എനിക്ക് വെറുപ്പായിരുന്നു. കാരണം എൻ്റെ പ്രവാചകൻ ഇങ്ങനെയല്ല. എൻ്റെ പ്രവാചകൻ കാരുണ്യത്തിന്റെ തിരുദൂതനാണ്. എൻ്റെ പ്രവാചകൻ മനുഷ്യരോട് കാരുണ്യമുള്ളവനാണ്. അങ്ങനെ തന്നെയാണ് ഞാനും ചിന്തിച്ചത്. അങ്ങനെ തന്നെ ആയിരിക്കും ഓരോ ശരാശരി മുസ്ലിങ്ങളും ചിന്തിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അർമേനിയൻ വംശഹത്യയുടെ ആ അലയൊലികൾ ഇന്നും തുർക്കിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഇറാനെയാണെങ്കിലും അതെ. 1915-16 വർഷങ്ങളിലാണ് ഓട്ടോമൻ തുർക്കികൾ അർമേനിയൻ വംശജർക്ക് നേരെ കൂട്ടക്കുരുതി അഴിച്ചുവിടുന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസങ്ങൾ ഇന്നും മനുഷ്യൻ കണ്ണീരുകൊണ്ട് മുഖം കഴുകുവാണ്. അമേരിക്കൻ പ്രസിഡന്റ് അടക്കം ഈ കൂട്ടക്കുരുതിയെ ഒരു വംശഹത്യയായിട്ട് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത് ഇതിന്റെ ആഴവും പരപ്പും ഉൾക്കൊണ്ടു എന്നുള്ളത് കൊണ്ടാണ്. ചരിത്രത്തെ ഒരിക്കലും മറവിയുടെ തിരശീലയിലേക്ക് പിന്തള്ളാൻ പറ്റില്ല. അത് നമ്മളെ പലതും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. തുർക്കിയെ എന്നും ലോക ചരിത്രത്തിൽ ഓർമ്മിപ്പിക്കുന്നത് അർമേനിയൻ വംശഹത്യ തന്നെയാണ്. 1.5 ദശലക്ഷം അർമേനിയൻ മനുഷ്യരാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഓട്ടോമൻ സാമ്രാജ്യത്വത്തിന്റെ അധീനതയിലുള്ള ഭൂപ്രദേശത്ത് കൂട്ടക്കുരുതിക്കിരയായത്. നമ്മളെ പോലെയുള്ള മനുഷ്യർ. ഈ ഒരു ചരിത്ര വസ്തുതയെ വിസ്മരിക്കാൻ തുർക്കിയുടെ ഇന്നത്തെ ഭരണാധികാരിയായിട്ടുള്ള റജബ് തയ്യിബ് എർദോഗാൻ കഠിനമായി പരിശ്രമിക്കുന്നു. വംശഹത്യ എന്ന കൃത്യത്തിന് ജൂത വംശജനായിട്ടുള്ള പോളിഷ് നിയമജ്ഞൻ റാഫേൽ ലൈൻകിൻ അദ്ദേഹം കൊടുത്ത ഒരു നിർവചനം ഇന്ന് ഓർത്തു വയ്ക്കണം. പ്രത്യേക ദേശീയ സ്വത്വം ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗത്തിനെതിരെ മറ്റൊരു സ്വത്വത്തിന്റെ പേരിൽ മറ്റൊരു വിഭാഗം അവരുടെ സ്വത്വത്തിന്റെ പേരിൽ വ്യക്തിപരമായ കാരണങ്ങളൊന്നുമില്ലാതെ അതിലെ വ്യക്തികളുടെ ഉന്മൂലനം മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് വംശഹത്യ. 1921
ഈ കേരളത്തിൽ നടന്നതും അതുപോലെ ഒരു ഹിന്ദു വംശഹത്യയാണ്. ഹിന്ദു വംശഹത്യ. അതും തുർക്കിയെ ബേസ് ചെയ്തിട്ട് തന്നെയായിരുന്നു കേരളത്തിലും 21 വംശഹത്യ ഉണ്ടായത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് മനുഷ്യരാണോ എന്ന് പോലും നമുക്ക് ചില സന്ദർഭങ്ങളിൽ തോന്നിപ്പോകും. എങ്ങനെയാണ് സഹജീവികളോട് ജീവന് വേണ്ടി മുന്നിൽ നിന്ന് കാല് പിടിച്ച് നിലവിളിക്കുന്ന ആ ഒരു സാഹചര്യത്തെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എങ്ങനെ കഴിയുന്നു കൽപ്പിക്കാൻ തലയിടത്തേക്ക്? എല്ലാവർക്കും ജീവനും ജീവിതവും ഒക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷെ ഇവർക്ക് മാത്രം അത് കാണണമെങ്കിൽ ISISകാര് ചെയ്യുന്ന ക്രൂരകൃത്യങ്ങളൊന്ന് നോക്കണം. ഒരു ദയയുമില്ല. ദയയുടെ ഒരു കണിക പോലും ഇവരിൽ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള മനുഷ്യര്. ഈ ബനു ഖുറൈലയെ കുറിച്ച് ഞാൻ ഈ സാഹചര്യത്തിൽ ഓർമ്മിക്കാൻ കാരണം പഹൽഗാമും ഈ ബനു ഖുറൈലയും ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ ഒരുമിച്ച് സംസാരിക്കാനിടയായത്. അപ്പോ എന്തായിരുന്നാലും 1948 ഡിസംബർ 9 ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച ജനസൈഡ് കൺവെൻഷൻ, അതിലെ ആർട്ടിക്കിൾ 2 വംശഹത്യയെ നിർവചിക്കുന്നത് ദേശീയമായോ വർഗപരമായോ ഗോത്രീയമായോ മതപരമായോ ഒരു പ്രത്യേക വിഭാഗമായി രൂപം കൊണ്ട ഒരു സമൂഹത്തെ ഭാഗികമായോ പൂർണ്ണമായോ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുക, അതിന് ശ്രമിക്കുന്ന ഏത് നടപടിയെയും വംശഹത്യയുടെ പരിധിയിൽ തന്നെയാണ് ഉൾക്കൊള്ളിക്കുക. ഖൈബർ എന്തായിരുന്നു? ഒരു നാട്ടിലേക്ക് അങ്ങോട്ട് എരച്ചു കയറുക ആയുധങ്ങളുമായി, കുറെ പേരെ കൊന്നൊടുക്കുക, കുറെ പേരെ പിടിച്ചുകെട്ടി ബന്ധികളാക്കി. അർമേനിയയോട് തുർക്കിഷ് ജനത എന്താണോ ചെയ്തത്, നൈജീരിയയിൽ എന്താണോ ക്രിസ്ത്യാനികളോട് ചെയ്യുന്നത്, ബംഗ്ലാദേശിൽ എന്താണോ ഹിന്ദുക്കളോട് ചെയ്യുന്നത്, ഇതൊക്കെ തന്നെയാണ് പ്രവാചകൻ പഠിപ്പിച്ച മാതൃകാ പ്രമാണങ്ങളിലെ വിശുദ്ധ യുദ്ധങ്ങൾ. മുഹമ്മദിന്റെ കാലഘട്ടത്തില് മദീനയിൽ താമസിച്ചിരുന്ന ജൂതഗോത്രമാണ് ബനു ഖുറൈള. അതിനാൽ ഞാൻ വംശഹത്യ എന്താണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ടാണ്. അതായത് പ്രതിരോധത്തിന് വേണ്ടി ആയിരുന്നില്ല പ്രവാചകൻ ചെയ്ത ഒരു കൊള്ളയും ഒരു കൊലയും. ഒരു ജൂതഗോത്രം അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് അവസാനത്തെ ജൂതനെയും നാട് കടത്താതെ നിങ്ങൾ അടങ്ങിയിരിക്കല്ലേ എന്ന് പറഞ്ഞ നബി. ഓക്കെ, ഈ പ്രവാചകന്റെ മാതൃക തന്നെയാണ് ഇന്ന് ലോകമാസകലം പഠിപ്പിച്ചും പ്രചരിപ്പിച്ചും കൊണ്ടിരിക്കുന്നത്. AD 627 മക്കയിൽ നിന്ന് ഖുറൈശികളുടെ നേതൃത്വത്തിലുള്ള യുദ്ധസംഘം, കൊള്ളയടി സംഘം, മുസ്ലിങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന മദീനയോട് ഉപരോധം ഏർപ്പെടുത്തി. മുസ്ലിങ്ങൾക്ക് സഹായവുമായിട്ട് എത്തിയതായിരുന്നു ബനു ഖുറൈള ഗോത്രം. അങ്ങനെ അവരെ ഒരു കുഴി ഉണ്ടാക്കി, ഒരു വലിയ കുഴി. മുസ്ലിങ്ങൾ അന്ന് ഖുറൈശി സഖ്യത്തെ പ്രതിരോധിച്ചത് ഈ ഏറ്റുമുട്ടലാണ് കന്ദക് യുദ്ധം അഥവാ അഹ്സാബ് യുദ്ധം, കിടങ്ങ് യുദ്ധം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഈ യുദ്ധത്തില് മുസ്ലിങ്ങള് കുഴി കുഴിക്കാൻ ആവശ്യമായിട്ടുള്ള പണിയായുധങ്ങൾ നൽകിയാണ് ബനു ഖുറൈള ഗോത്രം ഇവരെ സഹായിക്കുന്നത്. മാർട്ടിൻ ലിൻസ് തന്റെ പ്രവാചക കീർത്തന ഗ്രന്ഥം എന്നറിയപ്പെടുന്ന മുഹമ്മദ്
എന്ന പുസ്തകം, അതിനകത്ത് ഹീസ് ലൈഫ് ബേസ്ഡ് ഓൺ ദി ഏർലിയസ്റ്റ് സോഴ്സസ് എന്ന് പറയുന്ന 2006 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ 228 പേജിൽ മക്ക ഖുറൈശികൾ ബനൂ ഖുറൈള ഗോത്രക്കാരനായിട്ടുള്ള ഹുയയ്യ എന്ന വ്യക്തിയെ നിയോഗിച്ചുകൊണ്ട് ബനൂ ഖുറൈള ഗോത്രക്കാരുടെ പിന്തുണ നേടാൻ ശ്രമിച്ചത് സംബന്ധിച്ച ഒരുപാട് സംഭവങ്ങൾ അക്കമിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇതില് ബനൂ ഖുറൈള എന്ന ഗോത്രത്തിന്റെ തലവനായിരുന്ന കഅബ് ബിൻ അസദ്, അദ്ദേഹം നൽകുന്ന ഒരു മറുപടി ഇങ്ങനെയാണ് ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ എനിക്ക് എല്ലാ കാലത്തും അപമാനം മാത്രമേ വരുത്തിയിട്ടുള്ളൂ, എന്നെ വിടൂ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. മാർട്ടിൻ ലിങ്സ് തന്റെ പുസ്തകത്തിൽ പറയുന്നു, ബനൂ ഖുറൈള ഗോത്രക്കാർ മക്കയിലെ യുദ്ധ സഖ്യവുമായിട്ട് ഗൂഢാലോചനയിൽ ഏർപ്പെട്ട് മുസ്ലിങ്ങളെ ചതിച്ചു എന്നാണ്. പക്ഷേ ഈ ഒരു അനുമാനം പ്രാമാണികമായി തെളിയിക്കാൻ ഇന്നുവരെ ഒരു മുസ്ലിം ചരിത്ര പുസ്തകത്തിനും ചരിത്രകാരനും സാധിച്ചിട്ടില്ല. യുദ്ധത്തിന്റെ ഒടുവിൽ ബനൂ ഖുറൈളക്കാർ മുസ്ലിങ്ങളെ ചതിച്ചു എന്ന സംശയം മുഹമ്മദിനെ പ്രകോപിപ്പിച്ചു. സത്യത്തിൽ അവരിവരെ സഹായിക്കുകയാണ് ചെയ്തത്. ഷാഹി ജുമാ മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരെന്താ പറഞ്ഞത്? നാഗൂരും ഇതുപോലെ തന്നെ നബിയുടെ ചിത്രം കത്തിച്ചു, ഖുർആൻ കത്തിച്ചു. ഔറംഗസീബിന്റെ ചിത്രമാണ് കത്തിച്ചത്. കാരണം മനുഷ്യർ ഏതിനെയാണ് വൈകാരികമായി എടുക്കുക, അതാണ് ഇവര് മർമ്മത്തിൽ പിടിക്കുന്നത്. 1921 തുടക്കവും അത് തന്നെയായിരുന്നു. ഖുർആൻ കത്തിച്ചു എന്ന് പറഞ്ഞൊക്കെ തന്നെയായിരുന്നു ഇവര് തുടങ്ങിയത്. നിൽക്കട്ടെ. അങ്ങനെ മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിൽ 3000 പേരടങ്ങുന്ന ഒരു സംഘം, 3000 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ ബനൂ ഖുറൈളക്കാരുടെ കോട്ട കീഴടക്കാൻ വേണ്ടിയിട്ട് വിടുവാണ്. 25 ദിവസം മുസ്ലിം സൈന്യം ബനൂ ഖുറൈളയെ പുറത്തോട്ടിറക്കിയില്ല, ഉപരോധം ഏർപ്പാട് ചെയ്തു. ഏറ്റവും ഒടുവിൽ ബനൂ ഖുറൈളയുമായി സഖ്യമുള്ള ഔസ് എന്ന് പറയുന്ന ഗോത്രത്തിന്റെ തലവൻ അബൂ ലുബാബ, ഇദ്ദേഹവുമായി സംസാരിച്ച് ഒരു കോംപ്രമൈസിലെത്താൻ മുഹമ്മദ് അവരെ അനുവദിച്ചു. അങ്ങനെ 25 ദിവസമായി സ്ത്രീകളും കുട്ടികളും ഉണ്ട്, ഭക്ഷണമില്ല, വെള്ളമില്ല, പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ കീഴടങ്ങാൻ, മുഹമ്മദിന് മുമ്പിൽ കീഴടങ്ങാൻ സമ്മതമാണ് എന്ന് ബനൂ ഖുറൈളക്കാർ അബൂ ലുബാബയെ അറിയിച്ചു. പക്ഷേ മുഹമ്മദിന്റെ അടുക്കൽ കൊല ചെയ്യപ്പെടാൻ തയ്യാറാവുക എന്നതാണ് ഉദ്ദേശമെന്ന് അബൂ ലുബാബ അവർക്ക് മുന്നറിയിപ്പ് നൽകി. കാരണം വിശ്വസിക്കാൻ കൊള്ളാത്ത വിഭാഗമാണ്. നിങ്ങൾ കീഴടങ്ങുന്നെങ്കിലും അതല്ല, ഇവരുമായിട്ട് എതിരിട്ട് നിൽക്കുവാണെങ്കിലും രണ്ടാണെങ്കിലും മരണം ഉറപ്പ്. ഈ മാർട്ടിൻ ലിങ്സ് തന്റെ പുസ്തകത്തിൽ ഇബിദ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലില് പേജ് നമ്പർ 237 ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുരുതി ആദ്യമേ തന്നെ നബിയുടെ കിങ്കരന്മാർ ആസൂത്രണം ചെയ്തതായിരുന്നു. പക്ഷേ തങ്ങളുടെ ജീവൻ തന്നെ വില കൊടുക്കേണ്ടി വരും എന്നറിഞ്ഞിട്ടും ബനൂ ഖുറൈളക്കാർ അവരുടെ ഗ്രന്ഥമായ തോറയിലുള്ള വിശ്വാസം ഒഴിവാക്കാൻ തയ്യാറായില്ല. മരണമെങ്കിൽ മരണം, അവര് തയ്യാറായി മരിക്കാൻ. ഒട്ടും പ്രതിരോധിക്കാതെ കോട്ടവാതിൽ തുറന്ന് മുഹമ്മദിന് മുന്നിൽ കീഴടങ്ങാൻ ഈ ബനൂ ഖുറൈളക്കാർ തീരുമാനിക്കുന്നു. മുസ്ലിം സൈന്യം അവരിലെ പുരുഷന്മാരെ പിന്നിലേക്ക് കൈകൾ വരിഞ്ഞു കെട്ടി ഒരു ഭാഗത്ത് നിർത്തി. മറ്റൊരു ഭാഗത്ത് സ്ത്രീകളെയും കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി. നിസ്സഹായരായി നിൽക്കുന്ന ഗോത്രക്കാരുടെ മേൽ വിധി വായിക്കാൻ ഔസ് ഗോത്രക്കാരനായിട്ടുള്ള സഅദ് ബിൻ മുആദിനെ മുഹമ്മദ് നിയോഗിച്ചു. പുരുഷന്മാർ കൊല്ലപ്പെടണം, സ്വത്ത് വീതിക്കണം, സ്ത്രീകളും കുട്ടികളും യുദ്ധത്തടവുകാരായ അടിമകളാണ്. സഅദിന്റെ പ്രഖ്യാപനം. ഏഴാനാകാശത്തിനപ്പുറത്തിരുന്ന് 70,000 മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിൽ
മൂലം തറപ്പിച്ചിരിക്കുന്ന പടച്ചവന്റെ വിധിയാണിത് എന്ന് പ്രവാചകൻ സഅദിനോട് പറയുവാണ്. മാർട്ടിൻ ലിങ്സ് തന്റെ പുസ്തകത്തിലെ 240 പേജിൽ കോരിയിടുന്ന ഈ കണ്ണീരിൽ കുതിർന്ന അനുഭവമുണ്ടല്ലോ, തേച്ചാലും മായ്ച്ചാലും മറത്തില്ല. ഒരു കാലത്തും മായ്ക്കാനും മറയ്ക്കാനും പറ്റില്ല. ഇത് ഇസ്ലാമിന്റെ കാരുണ്യം എന്താണ് എന്ന് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശനമായി അല്ലാഹു ഇറക്കി എന്ന് പറയപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങളിലും ഈ പ്രവാചകനിലുള്ള ഉത്തമ മാതൃകയെയും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു, നാളെ മറ്റുള്ളവർ വരും. ഒരു പക്ഷേ ഞാൻ പറഞ്ഞതു മതി, എന്റെ വിമർശനങ്ങളിൽ അസഹിഷ്ണുത തോന്നി, ഒരു പക്ഷേ നിങ്ങൾക്കെന്നെ കൊല്ലാം, ഇതിൽ നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാനാവില്ല. ഇത് ശരിയല്ല എന്ന് നിങ്ങൾ സ്ഥാപിക്കണം. അതല്ലേ മാന്യത. സംവദിച്ചു തോൽപ്പിക്കണം. അതിന് സാധിക്കുന്നില്ല. എത്ര വർഷമായി ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ, ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത, ചരിത്ര പുസ്തകങ്ങളിൽ ഒരിടത്തും ഇല്ലാത്ത വസ്തുതകളാണെങ്കിൽ നിങ്ങളത് ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കുന്നേ. അല്ലാതെ എന്നെ കൊല്ലുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തതുകൊണ്ട് ഇസ്ലാമിന്റെ കാരുണ്യം ജനങ്ങൾ അറിയാതിരിക്കുവോ? ഇസ്ലാം സെക്സ് മാത്രമല്ല, ഇസ്ലാമിന്റെ കാരുണ്യം ഇങ്ങ പടർന്നു പന്തലിച്ച് കിടക്കുന്നത് രക്തക്കറയിൽ കൂടിയാണ് എന്നൊന്ന് മനസ്സിലാക്കണ്ടേ. സ്ത്രീകളോടും കുട്ടികളോടുമൊക്കെ എത്രമാത്രം ആദരവാണ് പ്രവാചകൻ കാണിച്ചിരുന്നത് എന്ന് നിങ്ങൾ അറിയണ്ടേ. കാരുണ്യത്തിന്റെ തിരുദൂതൻ ഏതൊക്കെ രൂപത്തിലാണെന്നറിയാമോ ഇസ്ലാമിനെ വളർത്തിയതും കാഫിറുകളോട് സ്നേഹം കാണിച്ചതും? അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെ. ക്ലിപ്പ് ഉണ്ടായിരുന്നു, പക്കപ്പെടുന്നു. സുലൈമാനെ ഒരു പട്ടിയെ കുറിച്ചിട്ടാടാ നമ്മൾ ഈ പറയുന്നത്. നീ ഒരു പട്ടിയാണെങ്കിൽ ചെലക്കാതെ നിന്നിട്ട് ഒരു പേപ്പട്ടിയുടെ കഥ അങ്ങോട്ട് കേൾക്ക്. അതാണ് നിനക്ക് നല്ലത്. ബനൂ ഖുറൈള എന്ന് പറയുന്ന കൂട്ടക്കൊലയെ കുറിച്ച് നിർബന്ധമായും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ എന്ന നിലയ്ക്ക് ജസ്റ്റ് ഒന്ന് അറിയാനൊന്ന് ശ്രമിക്കാം. ബനൂ ഖുറൈളയിലെ പുരുഷന്മാരെ ആ രാത്രിയിൽ ക്യാമ്പിൽ തന്നെ കഴിയാൻ അനുവദിച്ചു. കൈകൾ പുറകിലേക്ക് കെട്ടിയിരിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് തോറ നിരന്തരം പാരായണം ചെയ്ത് പരസ്പരം കൂടെയുള്ള ആളുകൾക്ക്, മരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത ആളുകൾ ധൈര്യം പകർന്ന് അവർ മരിക്കാൻ വേണ്ടി പ്രിപ്പേർഡായിക്കൊണ്ടിരിക്കുക, പരസ്പരം ആശ്വസിപ്പിക്കും. പിറ്റേ ദിവസം രാവിലെ മുഹമ്മദ് അങ്ങാടിയിൽ കുഴികൾ കുഴിക്കാൻ ഉത്തരവിട്ടു. ആഴത്തിലുള്ള ഇടുങ്ങിയ നീളമുള്ള കുഴികൾ. ഏകദേശം 700ഓളം പുരുഷന്മാരെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി തിരിച്ച് ഈ കുഴിക്കടുത്തേക്ക് നടത്തിപ്പിച്ചു. അവരെ കിടങ്ങിന്റെ 2 വശങ്ങളിലായി നിരനിരയായി ഇരുത്തിയ ശേഷം അലിയും സുബൈറും അടങ്ങുന്ന പ്രവാചകന്റെ അനുയായികൾ വാളുയർത്തി അവരുടെ ശിരസ്സുകൾ ഛേദിച്ചു തുടങ്ങി. ബന്ധികളായ സ്ത്രീകളും സ്വത്തുക്കളും ആക്രമണത്തിൽ പങ്കാളികളായ മുസ്ലിം സൈനികർക്കിടയിൽ വീതിച്ചു. നിങ്ങൾക്കിതിനെ എങ്ങനെ കാണാൻ പറ്റുന്നു?
700ഓളം മനുഷ്യർ അവരുടെ മരണത്തെ മുഖാമുഖം കാണുവാണ്. 700 മനുഷ്യരെ കാഫിറുകളാക്കിയത് അവരാണ്. പടച്ചോനല്ലേ. പടച്ചോൻ വിചാരിച്ചാൽ അവരെ വിശ്വാസികളാക്കാമായിരുന്നില്ലേ? അവരെ തോറയിലുള്ള വിശ്വാസികൾ എന്തിനാക്കി? ഖുർആനെ വിശ്വസിപ്പിച്ചാ പോരായിരുന്നു. അവരെ എന്തിന് ജൂതന്മാരാക്കി? അവരെ വിശ്വാസികളാക്കാൻ പാടില്ലായിരുന്നു. കുഴി കുത്തി കുഴിക്കകത്തേക്കിട്ട് മൂടുവാണ് മനുഷ്യരെ. എന്നിട്ട് അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, 700 മനുഷ്യന്മാരുടെ ചോര എത്രമാത്രം ഉണ്ടാകും? ഒരിക്കൽ പോലും ഇവർക്കൊരു മനസ്താപം ഉണ്ടായിട്ടില്ലേ? ഈ മനുഷ്യന്മാർക്കൊന്നും. ഇവര് മരിക്കുമ്പോൾ, ജീവന് വേണ്ടി കിടന്ന് പിടഞ്ഞ് നിലവിളിക്കുമ്പോൾ ഇയാളിലെ മനുഷ്യത്വം എവിടെ പോയിരുന്നു? കാരുണ്യം, കാരുണ്യത്തിന്റെ പരിവാചകനോ? അങ്ങനെയൊന്നും പറഞ്ഞാലും പോരാ. അവരുടെ സമ്പത്ത് വീതം വെച്ചെടുക്കുക. എന്നെ പോലെയുള്ള വേദനകളും സന്തോഷങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുള്ള മനുഷ്യൻ, അവനെ ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞു വിട്ടത് ഞാൻ. ആ കൈയുടെ ചോരപ്പാട് കണ്ടിട്ട് അറപ്പ് തീരുന്നില്ല. സമ്പത്ത് വാങ്ങിയെടുക്കുക, ആടുകളുടെ കൊന്നതിന്റെ പേരിൽ കിട്ടിയത്. നബിക്ക് ലഭിച്ചത് സുന്ദരിയായിട്ടുള്ള റൈഹാന എന്ന പെണ്ണിനെ, പെണ്ണുമായി സ്വത്തുമായി. ഒരേ ഈ ബനൂ ഖുറൈള എന്ന് പറയുന്ന ഗോത്രത്തിലെ പുരുഷന്മാരെ കൂട്ടത്തോടു കൂടിയാണ് ഇവര് കൊന്നത്. വ്യക്തിപരമായിട്ടുള്ള അപരാധം കൊണ്ടോ വൈരാഗ്യം തീർക്കാനോ അവരോട് ഏതെങ്കിലും രൂപത്തിൽ എതിർത്ത് നിന്ന് ശത്രുത തീർക്കാനോ ഒന്നുമായിരുന്നില്ല. അവരൊരു ഗോത്രമായതുകൊണ്ട്, അവർ ജൂതന്മാരായതുകൊണ്ട്, തോറയിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ട്, ഒരു ഗോത്രീയ സ്വത്വത്തിന്റെ ഭാഗമായതുകൊണ്ടുള്ള ശിക്ഷയാണ് അവർ ഏറ്റുവാങ്ങിയത്. കൂട്ടത്തിൽ ചിലരെ സംശയിക്കപ്പെട്ട വഞ്ചനയുടെ പേരില് ഒരു ഗോത്രം ഒന്നടങ്കമായിരുന്നു ഇത്രയും കൂട്ടക്കുരുതിക്ക് ഇരയാക്കിയവര്. സ്വന്തം ജീവൻ രക്ഷപ്പെടുത്താൻ ഇസ്ലാം മതം സ്വീകരിച്ചത് കൊണ്ട് മാത്രം അവരിൽ 3 മനുഷ്യന്മാർ ജീവനോടെ അവശേഷിച്ചു. ഈ ക്രൂരമായ സംഭവം ഏതളവുകോല് വെച്ചിട്ടാണ് നിങ്ങൾ അളന്ന് ന്യായീകരിക്കാൻ പോകുന്നത്? ഏത് പുസ്തകം വെച്ചിട്ട്, ഏത് കരുണയുടെ അളവുകോല് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ന്യായീകരിക്കുന്നത്? വംശഹത്യയുടെയും മനുഷ്യത്വരാഹിത്യത്തിന്റെയും പരിധിയിൽ ഏറ്റവും സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ തന്നെ ഇത് നിൽക്കും. ഈ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന ഭീതിപ്പെടുത്തുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ മതം എങ്ങനെയാണ് കാരുണ്യത്തിന്റെ മതമായത്? ഈ മതം എങ്ങനെയാണ് സമാധാനത്തിന്റെ മതമായത്? ഒരു വിഭാഗം ജനങ്ങളെ മുഴുവനും ഉന്മൂലനം ചെയ്ത് മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ അവരെ മുഴുവനും പച്ചയ്ക്ക് കൂട്ടക്കുരുതി ചെയ്യാൻ അംഗീകാരം നൽകുന്ന ഈ മാനവികതയുടെ തിരുദൂതൻ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാർഗദർശിയായിട്ടുള്ള ഈ തിരുദൂതനെ നിങ്ങൾക്ക് മാനവികതയുടെ ഏതളവുകോല് വെച്ചിട്ടാണ് പെയിന്റ് അടിക്കാൻ കഴിയുന്നത്? ലളിതമല്ലേ ഇസ്ലാം? ലാ ഇക്രാഹ ഫിദ്ദീൻ, അല്ലേ? മതത്തിൽ ബലാത്കാരമില്ല എന്നല്ലേ പറയുക? എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? എങ്ങനെയാണ് ഇങ്ങനെയാകാൻ പറ്റുന്നത്? ഇസ്ലാം പഠിപ്പിക്കുന്നത് റഹ്മത്തൽ ലിൽ ആലമീൻ, ലോക ജനങ്ങൾക്ക് മുഴുവനും
കാരുണ്യമായിട്ട് അല്ലാഹു അയച്ച തിരുദൂതൻ ഇത് കൃത്യമായ രൂപത്തിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മറ്റെവിടെ നിന്നും കിട്ടത്തില്ല. ഇതൊക്കെ ഞാനിപ്പോ ഇതുവരെ പറയാതെ ഇപ്പൊ പറയാൻ കാരണം എനിക്കറിയാം മരണം എത്രമേൽ എന്നോട് അടുത്ത് നിൽക്കുന്നു. ഞാനത് അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്താൻ ഇപ്പൊ പറ്റില്ല. അതുകൊണ്ട് പറയുവാണ്, ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന രൂപത്തിലേക്ക് മരണം എന്നോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ജീവിതത്തോട് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നു. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇനിയെങ്കിലും അതൊന്ന് വെളിപ്പെടുത്തണം. ഞാൻ ഒരു എപ്പിസോഡായിട്ട് ഇത് പറയാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞാനതിൻ്റെ ഒരുപാട് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്ത് ക്രമേണ എനിക്ക് നിങ്ങളുമായിട്ട് അതൊന്ന് സംവദിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സമയമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഈ സാഹചര്യത്തിൽ പറയാൻ തയ്യാറായത്. ഈ പ്രവാചകൻ എങ്ങനെയാണ് ലോക ജനങ്ങൾക്ക് മുഴുവനും എല്ലാ കാലഘട്ടത്തേക്കും മാതൃകാ പുരുഷോത്തമനായത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു പോകുകയാണ്. തീർച്ചയായിട്ടും സുധേ, എനിക്ക് നിങ്ങളുടെ ലൈക്കോ കമന്റോ ഷെയറോ വ്യൂവേഴ്സോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഒരു പക്ഷേ ഞാൻ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങൾ ലൈക്ക് അടിച്ചൊക്കെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് ഈ ചാനൽ ഇന്നും നിലനിൽക്കുന്നത്. നാളെ ഇതുണ്ടാകുമോ എന്നറിയില്ല. അതും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. എനിക്ക് പറയാനുള്ളത് എൻ്റെ മനസ്സമാധാനത്തിന് വേണ്ടിയെങ്കിലും എനിക്കത് നിങ്ങളുമായി പറഞ്ഞു വയ്ക്കണം. നാളെ എന്നെ പോലെ ഇനി മറ്റാരെങ്കിലും ഇത് വന്ന് ഈ വിഷയത്തെ കുറിച്ചിട്ട് പഠിച്ച് തുറന്ന് പറയുമായിരിക്കും. പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ച്, ഈ പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ചൊന്നും അറിയാത്ത ചില ആളുകൾ വന്നിട്ട് നമ്മളെ ഇസ്ലാം പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ പറയുന്നത് പോലെയൊന്നുമല്ല ഇസ്ലാം. ഇസ്ലാം എന്തോ സമാധാനവും കാരുണ്യവും സ്നേഹവും ഒക്കെ കവിഞ്ഞൊഴുകുന്ന ഒരു ആശയമാണ് എന്ന് പറയാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ശരി, സമർത്ഥിക്കണം, സമ്മതിക്കാൻ റെഡിയാണല്ലോ. ഞാൻ പറയണത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആ പുസ്തകങ്ങൾ വെച്ചിട്ട് തന്നെ ഒന്ന് തെളിയിക്കത്രേ വേണ്ടു. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് അറിയാം. ഇസ്ലാമിനെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ചില പൊട്ടന്മാര്, മതേതര പൊട്ടന്മാര് വന്ന് മദ്രസ പൊട്ടന്മാര് ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചിട്ട് വന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരിനെയും അവരുടെ പോപ്പുലാരിറ്റിക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ അവരിലേക്ക് മതത്തിനെ കുറിച്ചിട്ടുള്ള പ്രീണനം വന്നു വീഴുന്നത്. ഈ കാലം അത്രയും ശരിയായ ചരിത്രങ്ങളും ശരിയായ കഥകളും പ്രാമാണികമായിട്ടൊരു ഇസ്ലാമിനെ കുറിച്ചുമായിരുന്നില്ല നമ്മൾ ഈ പുരോഹിതന്മാരിൽ നിന്നും കേട്ടതും കണ്ടതും. മഹാത്മാഗാന്ധിക്കും ബെർണാഡ് ഷായ്ക്കും ഒക്കെ ശേഷം ഏറ്റവും നല്ല വ്യക്തി ആയിഷ സുൽത്താനയാണ് എന്നൊക്കെ ഇവർ പറയും. കുഴപ്പമില്ല, ഓരോരോ വിഷയങ്ങളിലും ഓരോരുത്തർക്കും പറ്റുന്ന നിലപാടുകളും നടപടികളും ഒക്കെ എടുക്കാമല്ലോ. പ്രവാചകൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള നേതാവ് യഹിയ സിൻവാർ ആണ് എന്ന് ഇവർ പറയും. കേരളത്തിലാണെങ്കിൽ അബ്ദുൽ നാസർ മദനിയാണെന്ന് ഇവർക്ക് പറയാം. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട്, ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട്, നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ ലഭിച്ചതുകൊണ്ട്, നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമായതുകൊണ്ട് നമുക്കിന്നിത് അറിയാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംവദിക്കാനും സാധിക്കും. മുഹമ്മദ് നബി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവിനെ പോലും അമ്മയിൽ നിന്ന് വേർപെടുത്താത്ത, ഉറുമ്പുകൾ പോകുന്നുണ്ട് അതുകൊണ്ട് കുതിരയോട് അവിടെ നിൽക്കൂ എന്ന് നിർദ്ദേശം നൽകിയ, ഒരു ജീവിയെ പോലും നോവിക്കാത്ത,
മാനവരിൽ മഹാതിരുഹൃദയനാണ് എന്നൊക്കെ നിങ്ങൾ പറയാൻ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ തള്ളിമറിക്കലുകൾ കേട്ട് ഉൾപ്പുളകിതരാകുന്ന വിശ്വാസികൾക്ക് ഒരു സമാധാനം കിട്ടുമെങ്കിൽ ആയിക്കോട്ടെ. ഈ ബനൂ ഖുറൈള എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ, ഒരു ഗോത്രത്തെ മുഴുവൻ, മനുഷ്യരെയും ഒരു ജനക്കൂട്ടത്തെ മുഴുവനും കൊന്നൊടുക്കിയ വേളയിൽ അവിടെ നിന്ന് പിടിച്ചെടുത്ത സ്ത്രീകളെയും കുട്ടികളെയും നബി എന്താ ചെയ്തു? 700ഓളം പുരുഷന്മാരെ അനുയായികളെ കൊണ്ട് കൊല്ലിപ്പിച്ചു. ശേഷിക്കുന്ന ആളുകളെയൊക്കെ അവരുടെ തുണി പൊക്കി നോക്കി. അവർക്ക് ഗുഹ്യരോമം വളർന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പിച്ചു. ഗുഹ്യരോമം ഉണ്ടെങ്കിൽ അവർ പ്രായപൂർത്തിയായവരാണ്, തീർത്തേക്കാൻ ഏർപ്പാടാക്കി. അങ്ങനെ ചെയ്ത കാരുണ്യത്തിന്റെ തിരുദൂതനാണ് ഈ മുഹമ്മദ് എന്ന് ഒരുപക്ഷെ ഇവരെ താങ്ങിക്കൊണ്ട് നടക്കുന്ന, ഇവരെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നമ്മളെ നിരന്തരം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയില്ല. പ്രശ്നം അതൊന്നുമല്ല. ലോകത്തുള്ള മദ്രസകളിലോ ഇത്തരം അറബി കോളേജ് സ്ഥാപനങ്ങളിലോ ഒന്നും എന്താണ് പ്രവാചകൻ എന്ന് ശരിയായി പഠിപ്പിക്കുന്നില്ല. അവർക്ക് കുറച്ചൊക്കെ ഒന്ന് മറച്ചു പിടിച്ച് തന്നെ പഠിപ്പിക്കാൻ പറ്റും, സെൻസർ ചെയ്ത് തന്നെ പഠിപ്പിക്കാൻ പറ്റും. എങ്ങനെ പ്രവാചകനെ വെള്ളപൂശണം എന്ന് കൃത്യമായിട്ട് പഠിപ്പിച്ചു വിടും. ഒരുപക്ഷെ പ്രവാചകൻ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല. കാരണം ഉറുമ്പ് മുഹമ്മദ് നബിക്ക് ശത്രു അല്ലല്ലോ, ജൂതനല്ലല്ലോ ഉറുമ്പ്. ഉറുമ്പിന്റെ ഗുഹ്യരോമം തുറന്നു നോക്കാൻ പറ്റുമോ? തുണി പൊക്കി നോക്കാൻ പറ്റുമോ? പ്രാവിനെ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറ്റുമോ? അതുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത പ്രവാചകൻ, ഒരു മനുഷ്യനോട് പോലും കരുണ ചെയ്ത പ്രവാചകൻ അല്ലേ? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇബ്രാഹിം നബിയുടെ കൊട്ടാരത്തില് നമ്രൂദ് എന്ന് പറയുന്ന ദുഷ്ടനായ രാജാവ് ഈ ഇബ്രാഹിം എന്ന് പറയുന്ന നബിയെ തേക്കുണ്ടാരം കൂട്ടി അതിനകത്തേക്ക് എറിഞ്ഞു. അപ്പോൾ ഒരു പല്ലി ഭിത്തിയിൽ ഇരുന്നിട്ട് ഊതി. ആളിക്കത്തിക്കൊണ്ടിരുന്ന തീ പല്ലി ഊതിയത് എന്തായിരുന്നാലും വീണ്ടും കത്താനല്ലല്ലോ, തന്നാൽ കഴിയുന്ന വിധം അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന രൂപത്തിൽ അണയ്ക്കാനായിരിക്കില്ല എന്നും പറയണം. ഒരു മക്കാരൻ പല്ലി തീക്കുണ്ടാരത്തിൽ ഊതിയതിന്റെ പേരില് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും, മുഴുവൻ പല്ലികളെയും കൊല്ലാൻ ഉത്തരവിട്ട നബിയാണ്. ഏതോ ഒരു മക്കാരൻ പല്ലിയല്ലേ അത് ചെയ്തത്? ലോകത്തുള്ള മൊത്ത പല്ലികളെയും ഒറ്റയടിക്ക് കൊല്ലാണെന്ന് ഈ നബിയെണ്ണം പറയേണ്ട കാര്യം എന്താ? വെളിവ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു കക്ഷിക്ക്. ചിലപ്പോൾ സ്കൂളിലൊന്നും പോയ പരിജ്ഞാനമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതുപോലെ പട്ടിയോട് എന്തോ ഏതെങ്കിലും ചിന്ന വീട്ടിലേക്ക് കയറി ചെറ്റ പൊക്കാൻ പോയപ്പോഴത്തേക്കിനും പട്ടി ഓടിച്ചു കാണും. അതുകൊണ്ട് പട്ടിയോടും ദേഷ്യമാണ്. പന്നിയും പട്ടിയും ഒക്കെയാണ് ആകെ ഈ പരിവാചകനിൽ നിന്ന് രക്ഷപ്പെട്ട. ആരുടെയെങ്കിലും വെളയിൽ പോയിട്ട് തൂറാനിരുന്നപ്പോഴേ പട്ടി ഓട്ടിച്ചു കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു നബി അണ്ണന് ഓടി. അതുകൊണ്ട് പല്ലിയെയും നബി അണ്ണന് തീരെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല. ചെലന്തിയല്ലേ ഇഷ്ടമാണ്. എന്താണെന്നറിയാമോ? കക്ഷി ശത്രുക്കളിൽ നിന്നും ഓടി ഒരു പൊട്ടക്കിണറ്റിൽ പോയി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടിരുന്നപ്പോൾ പെട്ടെന്ന് ചെലന്തി കിണറിന്റെ ചുറ്റും വല കെട്ടി ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാനേ. ഇതൊക്കെ ഓർക്കുമ്പോഴാ പടച്ചോന്റെ കഴിവിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. സ്വന്തം തിരുദൂതനെ, പരിവാചകനെ രക്ഷപ്പെടുത്താൻ ഈ പിഴച്ചോന് കഴിഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മലക്ക് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ സിംഹാസനത്തിൽ നിന്ന് താഴെ വീഴുമോ എന്നറിയാതെ പേടിച്ചിരിക്കുവാണ് കക്ഷി. കാരണം മൂലം തല്ലി താഴെ വീഴുമല്ലോ. പഠിച്ചവന് മൂലം ഉണ്ടെന്ന് ഖുർആനിലുണ്ട്, ഹദീസുകളിലുണ്ട്. അപ്പൊ സിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ അത് വേണമല്ലോ. അപ്പൊ കക്ഷി ഇങ്ങനെ പേടിച്ചിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ നബി അണ്ണൻ കയറി പൊട്ടക്കിണറ്റിനകത്തിരുന്ന കാര്യം ആരറിഞ്ഞു? പക്ഷെ അത് ചെലന്തി അറിഞ്ഞു.
ചെലന്തി പെട്ടെന്ന് വല കെട്ടി ശത്രുക്കൾ വന്ന് നോക്കിയാൽ കാണാത്ത രൂപത്തിലേക്ക് ആക്കി അങ്ങോട്ട് മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ പല്ലിക്കു പോലും കിടക്കപ്പൊറുതിയില്ല. ഇയാള് ചെറ്റപൊക്കാൻ പോയത് കൊണ്ട് പട്ടി കുറച്ച് പട്ടിയുടെ ജോലിയാ ചെയ്തത്. ഗോസ്റ്റ് ഹണ്ടർ ആദ്യം സ്വന്തം ഐഡിയിൽ വരൂ സുഹൃത്തെ. ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എന്റെ നമ്പറിൽ എഴുതി കാണിക്കുന്നത് അല്ലേ, വിളിക്കടാ, വിളിച്ച് കോമൺ ആയിട്ട് സമ്മതിക്കടാ, എന്നിട്ട് ഞാൻ പറയണത് തെറ്റാണെന്ന് സമർത്ഥിക്കടാ. അതല്ലേ ചെയ്യേണ്ടത്. എന്തേ, കരളുറപ്പില്ലേ, പറ്റുന്നില്ലേ? കുറച്ച് അറിവ് വേണടാ. ഇത് തെറ്റാണ് എന്ന് പറയാൻ വലിയ വിവരമൊന്നും വേണ്ട കേട്ടോ. ഇത് ശരിയാണെന്ന് ഇത്രയും കാലവും വിശ്വസിച്ചില്ലേ, ഇതും കൂടി ജസ്റ്റ് കുഴപ്പമില്ലെന്ന് ഇത്രയും വിശ്വസിച്ച സ്ഥിതിക്ക് ഇനിയിപ്പൊ ഇതും കൂടി വിശ്വസിക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? കുഴപ്പമില്ല, ഇരുന്നോട്ടെ, ഒരു വഴിക്ക് പോകുന്നതല്ലേ. ഓ, ഗോസ്റ്റ് ഹണ്ടർ ഇപ്പൊ വിളിച്ചങ്ങോട്ട് ഒലത്തിക്കളയും. വിളിക്കടാ. വിളിക്കണം, നമ്മൾ റെഡിയാ. ചെല്ല. അപ്പോ ഞാനിപ്പോ ഇതിവിടെ പറയാൻ കാരണം, ബനു ഖുറൈള ശരിക്ക് പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് പഹൽഗാമും അതേപോലെ തന്നെയാണ്. പഹൽഗാമിൽ നടന്നതും അത് തന്നെയാണ് 1921 മലബാർ കലാപത്തിലും നടന്നത്. ഇതെല്ലാം നിങ്ങൾ എടുക്കുമ്പോൾ ഇതിലെല്ലാം പ്രവാചകന്റെ ഒരു സുന്നത്തും പ്രവാചക ചര്യയും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ജൂത നഗരമായിരുന്ന മദീനയിലെ ഒരു ജൂത ഗോത്രമായിരുന്നു ബനു ഖുറൈള. ജൂതന്മാരാണ് എന്ന കാരണത്താൽ അവർക്ക് ജീവിക്കാൻ ഭൂമിയിൽ അർഹതയില്ല എന്ന് ഇവരെങ്ങനെ വിചാരിക്കും? മനസ്സിലായില്ലല്ലോ. എന്തുകൊണ്ടാണ് മുസ്ലിം ആധിപത്യത്തെയും മുസ്ലിം ഭൂരിപക്ഷത്തെയും ഇസ്ലാമിക ഭരണത്തെയും നഖശിഖാന്തം ഈ രാജ്യത്തിരുന്നു കൊണ്ട് വിമർശിക്കുന്നതെന്ന് അറിയാമോ? ഇവരാധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയുന്നത്. നിങ്ങൾ ബനു ഖുറൈളയെ കുറിച്ചിട്ട് നിർബന്ധമായിട്ട് നോക്കണം എന്ന് പറയാനുള്ള കാരണവും ഇത് തന്നെയാണ്. മുഹമ്മദിന്റെ നേതൃത്വത്തിൽ CE 627 ഒരു യുദ്ധം നടക്കുന്നു. യുദ്ധമല്ല, കൊള്ളാം. യുദ്ധത്തില് ഒരുപാട് ജൂത പുരുഷന്മാർ, ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തരാം, 700ഓളം ആളുകള് 25 ദിവസം വരെ അവർക്ക് ഭക്ഷണം വെള്ളമൊന്നും കൊടുക്കാതെ അവരെ പൂട്ടിയിട്ട് പിന്നീട് കൈയൊക്കെ പിടിച്ച് പുറകോട്ട് കെട്ടിയിട്ട് അവരെ കൊണ്ടുവന്ന് കൊല്ലും. സ്ത്രീകൾ പിന്നീട് അടിമകളാണല്ലോ, കുട്ടികൾ. അതിനകത്ത് കുറെ ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, പ്രായപൂർത്തിയായിട്ട്, ആൺകുട്ടികളും പെൺകുട്ടികളും. അവരുടെ തുണി പൊക്കി നോക്കുന്നു, ഗുഹ്യരോമമുണ്ടോ ഇല്ലേ എന്നറിയാം. രോമം മുളച്ച കുട്ടികളെ നമുക്ക് ആവശ്യമില്ല, അവരെയൊക്കെ തീർത്ത കുഴിയിലേക്ക് തന്നെ തട്ടിയേക്കാൻ നബിയാണ് പറഞ്ഞു. ചീളുകേസ് കൊന്നു. രോമം മുളയ്ക്കാത്ത കുട്ടികളെ കൊല്ലണ്ടെന്ന് പറഞ്ഞത് എന്തിനാ? രോമം മുളച്ച 600 മുതൽ 900 കുട്ടികളെ കൊന്നു. രോമം മുളച്ചു എന്ന കാരണത്താൽ. ഇത് തന്നെയല്ലേ പഹൽഗാമിൽ നടന്നത്. ഏപ്രിൽ 22 ഇതിന്റെ മറ്റൊരു അശ്ലീല വേർഷനാണ് പഹൽഗാമിൽ നടന്നത്. അന്നവിടെ രോമമാണ് വളർന്നത് എന്ന് നോക്കിയെങ്കിൽ ഇവിടെ ലിംഗത്തിന്റെ അറ്റമുണ്ടോ എന്നാണ് നോക്കിയത്. ആ ഒരു വ്യത്യാസമേ. അതാ ഖുർആൻ വചനം ഇടുന്നുണ്ട് രാജേഷ് അടൂര്, കണ്ടില്ലേ? ആ ഖുർആൻ വചനമൊക്കെ നോക്കി നിങ്ങൾ പഠിച്ച 9-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനം ഇടുന്നുണ്ട്. ബഹുദൈവ വിശ്വാസികള് ഇന്നമൽ മുശ്രികൂന നജസുൻ, അവർ നജസാണ് എന്ന് പറഞ്ഞിട്ട് നോക്കിയോ കേട്ടോ. അപ്പോ ഈ 600 മുതൽ 900 വരെ കുട്ടികളെ കൊന്നത് രോമം മുളച്ച ജൂത കുട്ടികളാണ് എന്നതിന്റെ പേരിലാണ്. ഓർത്തു വെച്ചോ ഇതൊന്ന്.
ഞാൻ ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. പഹൽഗാമിൽ നടന്ന ഈ കൊള്ളയ്ക്ക് ഇവർക്ക് ഒരു രൂപത്തിലും പ്രയാസം തോന്നാതിരുന്നത് എന്തുകൊണ്ടാ? മനസ്സിലായോ? ഇതിന്റെ ബേസ് കിടക്കുന്നത് മതത്തിനകത്താണ്. ദിവസങ്ങളോളം കുഴികുത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകനും അനുയായികളും ഒരുക്കങ്ങളിലായിരുന്നു. ഇത്രയും പേരെ തീർക്കാനുള്ള ജോലികള്, അതിനുവേണ്ടി അനുയായികൾ പട്ടിണി കിടന്നിട്ട് കുഴി കുഴിക്കുവാണ്. ശേഖരിച്ചു വെക്കുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവര് തിന്നുവാണ്. പുറത്ത് ഒരു ഗോത്രത്തിലെ മുഴുവൻ ആളുകളും പട്ടിണി കിടക്കുക. ഇവർക്ക് പ്രശ്നമുണ്ടായിരുന്നില്ല. കാശ്മീരിൽ നടന്നത് ബനു ഖുറൈള കൂട്ടക്കൊലയ്ക്ക് സമാനമായ മുണ്ടുപൊക്കി കൊലയായിരുന്നു. സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുന്നതിനു വേണ്ടി ഒരുപാട് കൂട്ടക്കൊലകൾ നടത്തി, ഒരുപാട് കൊള്ളയടികൾ നടത്തി. ഖൈബറാണെങ്കിലും ബനു ഖുറൈളയാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. ബനു ഖുറൈളയിൽ ഒരു റെയ്ഹാനയായിരുന്നെങ്കിൽ ഖൈബറിൽ ഒരു സഫിയയായിരുന്നെങ്കിൽ ഓരോന്നിനും നബിക്ക് ഓരോരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ബലാത്സംഗത്തിന് നിങ്ങൾ പുതിയ ഹലാൽ വീക്ഷണങ്ങളൊക്കെ കൊടുത്തോ? ഈ മാനവരിൽ മനോഹരനെ എടുത്ത് അനുയായികളാകുന്ന ആളുകൾ എടുത്തൊന്ന് പുനർവിചിന്തനം നടത്തിയാൽ പാകിസ്ഥാനിലെ ഖബറുകൾക്ക് എന്തിനാണ് പൂട്ടിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് മനുഷ്യരെ തുണി പൊക്കി നോക്കി. പഹൽഗാമിൽ ലിംഗാഗ്ര ചർമ്മമാണ് നോക്കിയതെങ്കിൽ ബനു ഖുറൈളയിൽ രോമം വളർന്നു എന്നാണ് നോക്കിയത്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണതെല്ലാം. ഹമാസ് ഭീകരൻ എന്താ ചെയ്തത്? ജൂത പെണ്ണുങ്ങളെ കൊണ്ടുപോയി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച്, ജൂത കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ജീവനോടെ കുഴി കുഴിച്ചു മൂടി. അതിനെ എതിർക്കാൻ സാധിക്കാത്ത മുസ്ലിങ്ങൾ. എന്തുകൊണ്ടാ? ഇത് മതമായതുകൊണ്ടാ. മതപരമായി ഇതിനെ ഒരു രൂപത്തിലും റിജക്റ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല. മനുഷ്യനെ കൊല്ലാൻ, സഹജീവികളെ കൊല്ലാൻ ഹിജ്റ 5-ാം വർഷം ശത്രുക്കൾ സകലമാന സന്നാഹങ്ങളും സംഭരിച്ച് ഒരു ഗോത്രത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുക. 20,000-ഓളം യോദ്ധാക്കൾ. അതുവരെ പരിചയമില്ലാതിരുന്ന ഒരു കുഴി യുദ്ധതന്ത്രമായിരുന്നു അന്ന് അവരാവിഷ്കരിച്ചത്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും മുസ്ലിങ്ങൾക്ക് ഇത്? ശരിയായ പ്രവാചകനാണ്, കാരുണ്യത്തിന്റെ തിരുദൂതനാണ് എന്നൊക്കെ എങ്ങനെയാ തോന്നുന്നത്? ഈ കുഴി കാരണം മദീനയിലേക്ക് കടക്കാൻ സാധിക്കാതെ 1 മാസക്കാലത്തോളം ശത്രു സൈന്യത്തെ തളച്ചിടാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചെന്നും അതിനകത്ത് പരാജിതരായി പിന്നീട് ശത്രുക്കൾ മടങ്ങിയെന്നും അതുകൊണ്ടാണ് ഈ യുദ്ധത്തെ കുഴിയുദ്ധം, അഹ്സാബ്, കന്ദക് യുദ്ധം എന്നൊക്കെയാണ് നമ്മൾ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നും പഠിക്കുന്നത്. അപ്പോ പ്രവാചകൻ കൽപ്പിക്കുന്നത് ചെറിയ കുട്ടികളെ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് കുണ്ടനടിക്ക് അത്യാവശ്യമുണ്ടല്ലോ കുട്ടികളെ. ഒന്നാമത്തെ കാര്യം, ഈ മതത്തെയും ഈ മതഗ്രന്ഥങ്ങളെയും ഈ ആശയത്തെയും ആദർശത്തെയും ഒക്കെ ഇത്രയധികം വെറുക്കാൻ കാരണം ഇത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കിയെന്നുള്ളത്. പ്രവാചകന്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളോട് നിങ്ങൾ എന്തെങ്കിലും തിന്നിട്ട് പെട്ടെന്ന് പൊയ്ക്കോണേ എന്ന് പറയാൻ ലജ്ജയുണ്ടായിരുന്ന പ്രവാചകനു വേണ്ടി നബിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. വന്നോ തിന്നോ മര്യാദയ്ക്ക് പൊയ്ക്കോ, നിങ്ങളോട് അത് പറയാൻ
എനിക്ക് ലജ്ജയില്ല എന്നു പറഞ്ഞ് ഖുർആനിൽ വചനമിറക്കിയ പടച്ചവൻ ബനൂ ഖുറൈളയിലെ ആ പച്ചയായ മനുഷ്യരെ കൊല്ലാനാഞ്ഞപ്പോൾ ഒരായത്തിറക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു തൂഫാൻ, ഒരു വെള്ളപ്പൊക്കമൊക്കെ ഇറക്കി മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് ഇല്ലാതാക്കാൻ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. ബനൂ ഖുറൈള യുദ്ധത്തെ സംബന്ധിച്ച്, കൊള്ളയെ സംബന്ധിച്ച്, കൂട്ടക്കൊലയെ സംബന്ധിച്ച് ഇസ്ലാമിക ചരിത്രമറിയുന്ന മനസ്സിലാക്കിയ ആളുകൾക്ക് മക്കയിലെ യഹൂദ മത വിശ്വാസികളായിട്ടുള്ള ഒരു ഗോത്രക്കാർ, അവര് യഹൂദന്മാരായി എന്ന കാരണത്താൽ ജൂതന്മാരോടും യഹൂദരോടും ബഹുദൈവ വിശ്വാസികളോടും എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്, അവര് സ്വീകരിക്കുന്ന, അവര് വിശ്വസിക്കുന്ന, അവര് ഫോളോ ചെയ്യുന്ന മതപ്രകാരം അവർ ഇസ്ലാമല്ലല്ലോ, അവര് ജീവിക്കാൻ അർഹതയില്ലാത്തവരാണ്, അവരെ കൊല്ലണം എന്ന് പറഞ്ഞു. കൊലപാതക പരമ്പര ഈ പരിവാചകൻ നടത്തിയത് ഒരിക്കലും നീതീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇപ്പോ അത് ബംഗ്ലാദേശിലും നൈജീരിയയിലും ഒക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇസ്ലാമിലെ ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ ഈ പ്രവാചകന്റെ മഹത്വങ്ങളും പ്രവാചകന്റെ സ്വഭാവ സവിശേഷതയും കാരുണ്യത്തെക്കുറിച്ചുമൊക്കെ തള്ളിമറിക്കുമ്പോൾ കരുണയുടെ ഒരു കണിക പോലും ഇല്ലാത്ത മാനവരിൽ മഹാമ്ലേച്ഛന്റെ ചരിത്രം എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുവാണ്. എന്നെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് ആശയങ്ങളില്ല. എനിക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങളെ കുറിച്ച് അറിയത്തുമില്ല. കാരണം ഈ ഗ്രന്ഥങ്ങൾ അറിയുന്നവർക്കാണെങ്കിൽ ഈ ഗ്രന്ഥങ്ങളിൽ ഞാൻ പറയുന്ന വസ്തുതകൾ ഉണ്ട് എന്നറിയുന്നത് കൊണ്ട് എന്നോട് പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന പ്രവാചകനെ കുറിച്ചായതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു ഞാൻ പറയുന്നത് തെറ്റാണ്. പക്ഷേ ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ് ഗ്രന്ഥങ്ങൾ എടുത്ത് കാണിച്ചു തരുമ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, വിവരവും ബോധവും യുക്തിയും ഒന്നുമില്ലാത്ത നിനക്കൊന്നും അത് മനസ്സിലാകുന്നില്ല. പട്ടിണിപ്പാവത്താനായിരുന്ന പ്രവാചകൻ കൊള്ളയടിച്ച് ഒരുപാട് പണമുണ്ടാക്കി. ദിനേന സമ്പത്തുകൾ വർദ്ധിച്ചു വന്നു. ഖദീജയ്ക്ക് ശേഷം പ്രവാചകൻ എന്ത് ജോലിയാ ചെയ്തിരുന്നത്? നിങ്ങൾ പറയാറില്ലേ, ഒരു നല്ല നേതാവ്, ഒരു നല്ല പിതാവ്, ഒരു നല്ല സുഹൃത്ത്, ഒരു നല്ല സഹോദരൻ, ഒരു നല്ല മകൻ, ഒരു നല്ല മത നേതാവ്, ഒരു നല്ല അയൽക്കാരൻ, ഒരു നല്ല ഭരണാധികാരി എന്നൊക്കെ പറഞ്ഞിട്ട് മാനവരിൽ മനോഹരനെ കുറിച്ച് നിങ്ങൾ വല്ലാതെ പുകഴ്ത്തി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഈ ബലാക്കൾക്ക് പറ്റിയെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നല്ല നേതാവോ, നല്ല വാപ്പയോ, നല്ല മകനോ, നല്ല അയൽക്കാരനോ, നല്ല സുഹൃത്തോ, നല്ല ഭരണാധികാരിയോ, ആര്? ഒരു ആത്മീയ നേതാവ്, വിവരദോഷിയായിട്ടുള്ള ഒരു ഗോത്ര നേതാവ്, ഒരു കൊള്ളത്തലവൻ, ഒരു രാഷ്ട്രീയക്കാരൻ, തന്നെ എതിർക്കുന്ന എല്ലാവരെയും ഉന്മൂലനം ചെയ്യുന്ന ഒരു രാക്ഷസ രാജാവ്. ഈ പേരുകളിലാണ് അയൽ ദേശങ്ങളിൽ പോലും ഈ നേതാവ് അറിയപ്പെട്ടത്. മുഹമ്മദിന്റെ ജീവിതത്തിൽ ഒരു കണിക പോലും കാരുണ്യത്തിൻ്റെതായിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ചര്യകൾ വായിച്ചിട്ടുള്ള, അദ്ദേഹത്തിന്റെ ജീവിതം ഒപ്പിയെടുത്ത ഗ്രന്ഥകർത്താക്കന്മാർക്ക് കിടങ്ങ് യുദ്ധം ബനൂ ഖുറൈള വെറും ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. കൊള്ളയടിക്കാൻ നോക്കി നടക്കും. ആ ഒരു കൊള്ള കഴിഞ്ഞ് അതിലെ സമ്പത്തൊക്കെ തീർന്ന് അതിലെ പെണ്ണുങ്ങളെയൊക്കെ കുറെ ഉപയോഗിച്ച്
ചേഞ്ച് വേണമല്ലോ. വൈവിധ്യം ഇഷ്ടപ്പെട്ട പ്രവാചകൻ. അടുത്തതിനെ കണ്ടെത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും. ആസൂത്രിതമായി അനുയായികളെ അതിനു വേണ്ടി പ്രേരിപ്പിച്ചു. പെണ്ണുങ്ങളെ തരാം, യുദ്ധത്തിൽ നേടുന്ന സമ്പത്തും തരാം, ഇളകാത്ത സമ്പത്ത്. ഇളകാത്ത സമ്പത്തുകളൊക്കെ പ്രവാചകൻ അല്ലാഹുവിന്. ഇളകുന്നത് മാത്രം. ഭൂമി ഇളകത്തില്ലല്ലോ, അതൊക്കെ നബിക്കുള്ളത്. കന്നുകാലികള്, സ്വർണം, വെള്ളി, പെണ്ണുങ്ങള്, കുട്ടികള്, അതൊക്കെ വീതം വെച്ചിട്ടെടുക്കും. മദീനയുടെ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കാനുള്ള വക നേടിയെടുത്തിരുന്നത് മറ്റുള്ളവരുടെ ചോരക്കറയിലായിരുന്നു. ഗോതമ്പ് മാവ് കൊടുക്കണ്ടേ, താൽക്കാലിക വിവാഹത്തിന് ആളെ സംഘടിപ്പിക്കണ്ടേ, റൊട്ടിയോ കാരക്കയോ, പിന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഒരു കളി തരുമോ കരളെന്ന് ചോദിക്കുമ്പോ ചേറ്റേ എന്ന് വിളിച്ചിട്ട് പെണ്ണ് ആട്ടി വിടുമ്പോഴേക്ക് ആ ഒരു തുണിയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു വിടറാന്ന് പറയുമ്പോഴത്തേക്കിനും അതൊക്കെ കൊടുക്കാനുള്ള ഇനം വേണ്ടേ? അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു നബി വാളെടുത്തത്. പിന്നെ പെണ്ണുമ്പിള്ളമാർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് ചിലവരെന്തെങ്കിലും കൊടുത്തിട്ട് ഒഴിവാക്കി നിർത്തണ്ടേ? അനുയായികൾ തമ്മിലുള്ള ഈഗോ പരിഹരിക്കണ്ടേ? അടുത്തവന്റെ ഭാര്യയെ കണ്ടപ്പോഴേക്ക് ഇവനൊരു മോഹം, ശരിയെന്നാ കൊടുക്കടാ, കുഴപ്പമില്ല, ഇന്നലെ നീ ചെയ്തു ഇന്ന് അവൻ ചെയ്തു, വലിയ വ്യത്യാസമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അനുയായികളുടെ ഭാര്യമാരെ വ്യഭിചരിക്കാൻ വരെ പ്രേരിപ്പിച്ച ചരിത്ര ഗ്രന്ഥം. കൊള്ളയടി അള്ളാഹു പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തതാണ്. അള്ളാഹു നിർദ്ദേശിച്ച പ്രകാരം തന്നെയാണ് പ്രവാചകൻ അനുയായികൾക്കിടയിൽ ഒരു പരാതികളുമില്ലാതെ, നിനക്ക് 5 പെണ്ണുങ്ങളെ എടുത്തോ, അതെന്താ അവർക്കൊരു കുട്ടിയെ കൂടെ കൊടുത്തത്, നിനക്ക് വേണോ, എടുത്തോ. അതൊക്കെ വളരെ സമർത്ഥമായ രൂപത്തിൽ കൊള്ളയടിച്ചെടുത്ത സ്ത്രീകളെയും പെണ്ണുങ്ങളെയും അതിന്റെ സമ്പത്തുമൊക്കെ ഓഹരി വെക്കുന്ന കാര്യത്തിൽ വളരെ കണിശത പുലർത്തിയിരുന്നു നമ്മുടെ നബി. ഇതൊക്കെ സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കേട്ടോ ഒരു സമാധാനം. കാരണം ഇതൊക്കെ ചെയ്തു ഇയാൾക്ക് സമാധാനത്തോടു കൂടി ഒന്ന് നടു നിവർത്താൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. മേരിക്കുട്ടി ഞാൻ കണ്ടു കേട്ടോ. ടീച്ചർ, ഞാൻ നിങ്ങളുടെ ഫാനാണ്, ലൈക്ക് യു, താങ്ക് യു, ലവ് യു. അപ്പോ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് മനസമാധാനത്തോടുകൂടി ഇയാൾക്കൊന്ന് അന്തിയുറങ്ങണം എന്നു മാത്രമല്ല, മുറ്റത്തിറങ്ങി മൂത്രം ഒഴിക്കാൻ പറ്റാതെ ബക്കറ്റിനകത്ത് മൂത്രം ഒഴിച്ച് കട്ടിന്റെ അടിയിൽ വെക്കലായിരുന്നു കക്ഷിയുടെ പതിവ്. എന്തുവാ യോദ്ധാവ്? ആരെയാ യോദ്ധാവ് എന്ന് പറയുന്നേ? പുറത്തിറങ്ങി മൂത്രം ഒഴിക്കാൻ പേടിയായിരുന്നേ. ചെയ്തത് വെച്ച് നോക്കുമ്പോഴേ ഇല്ല, അവര് തലയങ്ങോട്ട് എടുത്തോണ്ട് പോകും, പൂ പറിക്കുന്നത് പോലെ. അപ്പോൾ പിന്നെ ഒരു കൊള്ളയടിയൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തി സുഖമായിട്ട് ഒന്ന് കഴിയാമെന്ന് വിചാരിക്കുമ്പോഴാണ് കുറെ പെണ്ണുങ്ങളെ എന്നെ എടുത്തോ എന്ന് പറഞ്ഞു വന്നിട്ട് ശരീരം ദാനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ശരീരം മൊത്തം സ്വർഗത്തിൽ പോകുമല്ലോ. നബി ഇവിടെ സ്വർഗം തരും, പരലോകത്തിലും സ്വർഗം കിട്ടും. ശരി, അങ്ങനെ പെണ്ണുങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ അള്ളാഹു ആയത്തിറക്കി, സ്വീകരിച്ചോടാ, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നിനക്ക് ഹലാലാണ്, അവരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് പരിഹരിച്ചു കൊടുക്കുക. അങ്ങനെ അപ്പോ നബി പറഞ്ഞു, അതെ, എല്ലാരെയും ഒന്നും തൃപ്തിപ്പെടുത്താനൊന്നും എനിക്ക് അങ്ങനെ പറ്റുന്നില്ല, വിഷമിക്കണ്ട. ഉടനെ ജിബ്രീലിനെ വിളിച്ചിട്ടാ അപ്പോ ജിബ്രീൽ ചോദിച്ചു അള്ളാഹുവിനോട്, അള്ളാഹുവേ, ഒരു 10-15 സ്ത്രീകളെയൊക്കെ തൃപ്തിപ്പെടുത്തിയാൽ മതി. പോരാടാ, 40 പുരുഷന്റെ കുതിരശക്തി കൊടുത്തേക്ക്. ഞാനിവിടെ വെറുതെ ആയിരിക്കുന്നത്, എനിക്ക് കളി കണ്ട് ആസ്വദിക്കണ്ടേ. അന്ന് ഈ യൂട്യൂബും പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ലല്ലോ, ഫോൺ സൈറ്റുകളൊന്നും കാണാനൊന്നും ഒരു വഴിയും ഇല്ലല്ലോ, പിന്നെ ഇതുപോലത്തെ ബ്ലൂ ഫിലിമും ഇല്ല. അപ്പോൾ പഠിച്ചവൻ ആകെ ഉള്ളത് നബിയുടെ കളി കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ്. പിന്നീട് യുദ്ധവും കൊള്ളയും, അതിൽ നിന്നൊരു ചേഞ്ച് പഠിച്ചവൻ. അങ്ങനെ 40 പുരുഷന്റെ കുതിരശക്തിയുള്ള കുഫൈത്തൊക്കെ ഇറക്കി കൊടുത്തിട്ട് പഠിച്ചവൻ അവിടെയും ഇരുന്നു, നബി ഇവിടെ കിടക്കുകയും ചെയ്തു. ലോക ജനങ്ങൾക്കു വേണ്ടി, ഇസ്ലാമിനെ വളർത്തുന്നതിനു വേണ്ടി, കളി കാണുന്നതിനു വേണ്ടി, സിംഹാസനത്തിൽ ആരോഹണസ്ഥനായ അള്ളാഹുവിനെ കളി കാണിപ്പിക്കുന്നതിനു വേണ്ടി കുഫൈത്തും തിന്നിട്ട് 11 പെണ്ണുങ്ങളെയും 1 മണിക്കൂർ കൊണ്ട് കളിച്ചിട്ട് ഒരു കുളി മാത്രം കുളിച്ച ത്യാഗിയായിട്ടുള്ള, മാനവരിൽ മനോഹരനായിട്ടുള്ള ഒരു വ്യക്തിയെ വിമർശകർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരിവാരി തേക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു ജാമിദായെ പോലെ ഒരാൾ എന്റെ പ്രവാചകന്റെ മഹത്വങ്ങളെ വിസ്മരിക്കാൻ ശ്രമിക്കുമ്പോൾ,
എന്റെ പ്രവാചകൻ ലോക ജനങ്ങൾക്ക് മുഴുവനും കളിക്കാരിൽ ഏറ്റവും നല്ല കളിക്കാരനായി, മാനവരിൽ ഏറ്റവും വലിയ മ്ലേച്ഛനും മലവലാതിയുമായിട്ട് ഉയർന്നു നിൽക്കും. അത് ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, വളരെ സന്തോഷം. കാരണം പ്രവാചകനെ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം കൃത്യമായിട്ട് പ്രവാചകന് നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ. അള്ളാഹു അവിടെ ഇരുന്നത് വേസ്റ്റ് ആയില്ലല്ലോ, അത്ര വളരെ സന്തോഷം. ആർക്കും ഒരു പരാതിയും ഈ പ്രവാചകൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കും കേട്ടോ. ഭൂമിക്ക് ഭാരമായിട്ട് ഒരു ജൂതപ്പെണ്ണ് വിഷം കൊടുത്ത് കൊന്നിട്ടേ 3 ദിവസം വരെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് നാറിയതാരാണെന്ന് അറിയണം. മറ്റുള്ളവർക്ക് കൂടി ശല്യമായിട്ട്. ഇന്നെന്തായിരുന്നാലും ആ അവസ്ഥയൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ഇനിയിപ്പോ ചത്തുപോകുന്നത് എവിടെയാണെങ്കിലും ശരി, ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും എടുത്ത് കുഴിച്ചിടത്തില്ലേ, കുഴപ്പമില്ല. എൻ്റെ ഒന്നും ശവം അങ്ങനെ കിടന്ന് ചീഞ്ഞളിഞ്ഞ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അങ്ങനെ ഒരു സമാധാനമുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും പോലെ എവിടെയെങ്കിലും ചത്ത് കിടന്നാൽ എടുത്ത് ആൾക്കാരെടുത്തങ്ങ് ഇല്ലാതാക്കി പോട്ടെ. അപ്പോൾ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ ഈ ബനൂ ഖുറൈലയിലെ പ്രവാചകൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് തെറ്റിപ്പോയല്ലോ എന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം ഗുഹ്യ രോമം കാണുന്നത് പടച്ചോന് വല്ലാത്ത അതില്ലാതെ ഇറക്കിയാ പോരായിരുന്നു. ഒരു ചേഞ്ച്. അപ്പോ ബനൂ ഖുറൈലയിലെ 700 ആളുകളെ കൊല്ലുകയും പുരുഷന്മാരെ കൊന്നു കുഴിക്കകത്തിടുകയും പിന്നീട് കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയിട്ട് അതിനകത്ത് ഗുഹ്യരോമം വളർന്ന കുട്ടികളെ മാത്രം വധിക്കാൻ ഉത്തരവിടുകയും ചെയ്തത് എന്തിനായിരുന്നു പ്രവാചകൻ എന്ന് മനസ്സിലായപ്പോഴാണ് എനിക്ക് സ്വയം ലജ്ജ തോന്നിയത്. പ്രവാചകന്റെ ഇന്റൻഷൻ നല്ലതായിരുന്നു. അനുയായികൾക്ക് പ്രവാചകൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഗുഹ്യരോമം ഉള്ളവർക്ക് എങ്ങനെ കളയണമെന്നും അതില്ലാത്തവരെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ഉള്ളവരെ എങ്ങനെയാണ് തീർക്കേണ്ടതെന്നുമൊക്കെ കൃത്യമായിട്ട് നമ്മുടെ പ്രവാചകൻ അനുയായികൾക്ക് ക്ലാസ് കൊടുത്തു എന്ന് കേട്ടപ്പോഴാണ് കേട്ടോ എനിക്ക് അക്ഷരാർത്ഥത്തിൽ ഇതിനകത്തൊന്നും കണക്റ്റ് ആയിട്ടില്ലേ. കുടുംബമായിട്ടിരുന്നൊന്നും കേൾക്കല്ലേ, ഹെഡ്സെറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ചോ കേട്ടോ. ഉസ്താദന്മാരുടെ വഷളുകളാണല്ലോ, അതുകൊണ്ട് സൗണ്ട് കുറയ്ക്കുന്നുണ്ട് ഞാൻ കുറച്ച് കേട്ടോ. കുട്ടികളെ പുറത്ത് TV കാണുവാണ്, മക്കളത് കേൾക്കുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് എടുക്കാറുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസിന ബിറല്ലാഹി അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 1848. ഇന്നത്തെ വിഷയം ലൈംഗികാവയവത്തിന് ചുറ്റുമുള്ള രോമങ്ങൾ, ആനത്ത് എപ്പോഴാണ് കളയേണ്ടത്, ഏത് ഭാഗങ്ങളിലൊക്കെയാണ് കളയേണ്ടത്, എങ്ങനെയൊക്കെയാണ് കളയേണ്ടത്, ഇത്തരം വിഷയങ്ങൾ അടങ്ങുന്ന ഒരു ഹദീസ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല അനസുൻ وقت لنا في قص الشارب وتقليم الأظفار ونتف الإبط وحلق العانة ألا نترك أكثر من 40 ليلة. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഖിത ലനാ ഫീ ഖസ്സ് ഷാരിബി. വഖിത ലനാ, ഞങ്ങൾക്ക് സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് സമയം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ഫി ഖസ്സ് ഷാരിബി, മീശ വെട്ടുന്നതിൽ, വതഖ്ലീമിൽ അൽഫാരി, നഖം മുറിക്കുന്നതിലും, വനത്ഫിൽ ഇബ്തി, കക്ഷത്തിലെ രോമം പറിച്ചൊഴിവാക്കുന്നതിലും, വഹൽഖിൽ ആനത്തി, ആനത്ത് വടിച്ചു കളയുന്നതിലും. ആനത്ത് എന്ന് പറഞ്ഞാൽ ലൈംഗികാവയവത്തിന് ചുറ്റുമുള്ള രോമങ്ങൾ. അത്തരം കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് സമയം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അല്ലാ നത്റുക, ഞങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ, ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാതിരിക്കാൻ, അക്തറ മിൻ 40 ലൈല, 40 രാത്രിയേക്കാൾ കൂടുതൽ, 40 ദിവസത്തിനേക്കാൾ കൂടുതൽ അതവിടെ ബാക്കി വെക്കരുത്. 40 ദിവസത്തിന്റെ മുമ്പ് തന്നെ വടിച്ചു കളഞ്ഞിരിക്കണം. അതിന് മുമ്പ് നേരത്തെ ആവശ്യമുള്ളപ്പോൾ കളയാൻ പാടില്ല എന്നല്ല, 40-നേക്കാൾ കൂട്ടരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനുള്ളിൽ വടിച്ചു കളഞ്ഞിരിക്കണം. ചില ആളുകൾക്ക് കൂടുതൽ രോഗം പെട്ടെന്ന് മുളച്ചു വരും. അത്തരം ആളുകൾ വളരെ നേരത്തെ തന്നെ അത് കളയണം.
ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ കളയേണ്ട അത്തരം ഘട്ടത്തിലുള്ള ആളുകൾ ഉണ്ടാകാം. അവരങ്ങനെ ചെയ്യണം. ഇതെല്ലാം ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ആഴ്ചയിൽ ഒരിക്കലോ ആഴ്ചയിൽ 2 തവണയോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ഓരോരുത്തരുടെ സാഹചര്യം പോലെ ആവശ്യം പോലെ അത് നിർവഹിക്കണം. എന്തായാലും 40 ദിവസത്തേക്കാൾ കൂടുതൽ അത് കളയാതെ ബാക്കി വെക്കരുത്. അതാണ് 40 ദിവസത്തേക്കാൾ കൂടുതൽ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ കളയാതെ ഉപേക്ഷിക്കരുത് എന്നർത്ഥം. പിന്നെ ഏതൊക്കെ ഭാഗത്താണ് കളയേണ്ടത് എന്നതൊരു വിഷയം. ആനത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻദ്വാരം ലൈംഗികാവയവത്തിന്റെ ചുറ്റുഭാഗത്തുമുള്ള രോമങ്ങളാണ് എന്നത് എല്ലാവർക്കും അറിയാം. എന്നാൽ പിൻദ്വാരത്തിന്റെ ചുറ്റുഭാഗത്തുള്ള രോമങ്ങളും ഇതിൽപ്പെട്ടത് തന്നെയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗവും നാം കളയണം. മുൻഭാഗത്തുള്ള രോമം മാത്രമല്ല, പിൻദ്വാരത്തിന്റെ ചുറ്റുഭാഗത്തുള്ള രോമങ്ങളും ഇതേപോലെ നാം കളയാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്തെന്നറിയാമോ, എയർപോർട്ടിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടാകും. ഇതിനകത്ത് കുരുങ്ങിയിരിക്കുമ്പോഴത്തേക്കിന് വലിച്ചെടുത്ത് എടുക്കണ്ടേ, അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് നേരത്തെ തന്നെ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ അത് മനസ്സിലാക്കിയിട്ട് അതുകൂടി ഒരു ഉപകാരം ചെയ്തു. കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കും ജീവിക്കണ്ടേ, അവർ പിന്നീട് കരയുന്നുണ്ടാകും. കാരണം ഇത്രയും ഗതികെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇവന്റെയൊക്കെ മൂലത്തിനകത്ത് കൈയിട്ട് തോണ്ടാനാണല്ലോ എൻ്റെ വിധിയെന്ന് ഓർത്തിട്ടേ അവർക്ക് വല്ലാത്ത വിഷമം ഉണ്ടാകും. ശരി, അത് വളരെ നല്ലതാ. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഈ പ്രവാചകനു മുമ്പ് ഈസാ നബി വരെയുള്ള ജനത രോമമൊന്നും കളഞ്ഞിട്ടില്ലേ? നബിയോടാണല്ലോ അള്ളാഹു ഇതൊക്കെ ഇറക്കിയിട്ട് പറയുന്നതും, നബിയാണല്ലോ അനുയായികളെ ഇതൊക്കെ ഉപദേശിക്കുന്നത്. പ്രവാചകൻ ഇറങ്ങാത്ത സമൂഹം ഇതൊന്നും ചെയ്തില്ലേ? അതും പെട്ടെ. ഈ സ്വർഗത്തിൽ നിന്ന് ആദമിന് സുജൂദ് ചെയ്യാത്തതിന്റെ പേരില് പിശാചിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയല്ലോ. ഈ പടച്ചോൻ പറഞ്ഞതുപോലെ കേൾക്കാത്തതിന്റെ പേരില് ആദമിനെയും ഹവ്വയെയും ആ സവർജില്ലി തിന്നതിന്റെ പേരിൽ ചവിട്ടി പുറത്താക്കി. ഇവര് നേരെ ഈ ഭൂമിയിലേക്ക് തന്നെ വരാൻ കാരണം വേറെ എങ്ങും ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതൊന്നുമല്ല രാജേഷ്, അതല്ലല്ലോ റിജേഷ്, ഇതല്ലല്ലോ ഇവിടുത്തെ വിഷയം. പടച്ചവൻ അറിയാതെ ഒന്നും നടക്കില്ലെന്ന് പറയുന്നു. എല്ലാം മുൻകൂട്ടി കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ചൂരൽമലയിൽ എത്ര ആളുകൾ മരിച്ചു, കുട്ടികളെയെങ്കിലും ഒഴിവാക്കിക്കൂടി, ഇതൊക്കെ മുൻകൂട്ടി കാണുന്ന ആളല്ല. അങ്ങനെ പറയരുത്. പ്രവാചകന് ജൂതപ്പെണ്ണ് വിഷം കൊടുത്തപ്പോൾ ആടിന്റെ കാലിന്റെ ഭാഗം പൊരിച്ച് അതിനകത്ത് വിഷം ചേർത്താ കൊടുത്തത്, എങ്ങനെയെങ്കിലും ഈ തൊല്ലെ അങ്ങ് ഒടുങ്ങട്ടെ എന്ന്. അതിനെ പോലും കാണാൻ പഠിച്ചോന് പറ്റിയില്ല. പിന്നെ നിങ്ങൾ ചൂരൽമലയെ കുറിച്ച് പറയുന്നത്, അള്ളാഹു സംരക്ഷിക്കേണ്ടത് നബിയല്ലേ, നബിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, തിരിക്കട്ടെ. അപ്പോൾ ഈ ആദം നേരെ ഭൂമിയിലേക്ക് തന്നെ വന്നത്, ആദമിന്റെ ഏതെങ്കിലും ബന്ധുക്കൾ നേരത്തെ ഭൂമിയിൽ കച്ചവടക്കാരായിട്ടുണ്ടായിരുന്നു? അല്ല, ആദമിനും മക്കൾക്കും ഒക്കെ കച്ചവടമാണ് എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആർക്കാണ് ഇവര് കച്ചവടം ചെയ്തിരുന്നത്? ഇവരുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ആരാ വാങ്ങിച്ചിരുന്നത്? ചോദിച്ചതാണ്, എൻ്റെ ജസ്റ്റ് ഒരു സംശയം മാത്രം ചോദിച്ചതാണ്. ശരി, അപ്പോൾ എന്തിനാണ് ബനൂ ഖുറൈദയിലെ ആളുകളുടെ ഗുഹ്യ രോമം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ട് കളഞ്ഞതെന്ന് മനസ്സിലായല്ലോ. ശരി, ഇനി അടുത്ത പുസ്തകം. ലൈംഗികമായ വിഷയങ്ങളില് ഭാര്യയും ഭർത്താവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊരു വിഷയവും കൂടെയാണ്. അതിലെല്ലാം അപ്പുറം ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് കൂടെയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്ഷരം മാറിപ്പോയിട്ടുണ്ടോ? സൈക്കോളജിസ്റ്റ് ആണോ അതോ സെക്സോളജിസ്റ്റ് ആണോ? ഉസ്താദിന് അക്ഷരം എങ്ങാനും മാറിപ്പോയിട്ടുണ്ടോ? അല്ല, പ്രവാചകന്റെ ചരിത്രങ്ങളെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടും ഇവർക്കൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവർക്കൊക്കെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയ കാലഘട്ടമായതുകൊണ്ട് തന്നെ പ്രവാചകൻ എന്തിലായിരുന്നു വിരുദ്ധൻ എന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം. കുഴപ്പമില്ല. പ്രവാചകൻ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. നല്ല ഹോഴ്സ് പവർ ഉള്ള വ്യക്തിയാണ്, അനുഭവ പരിജ്ഞാനമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് 100% ഇത് പറയാൻ അർഹതയുണ്ട് എന്ന് മാത്രമല്ല അനുഭവ സമ്പത്ത് കൂടി ഉള്ളത് കൊണ്ട് അതൊന്ന് കേൾക്കണം. നിങ്ങൾ ഉറപ്പായിട്ടും അത് കേൾക്കാതെ പോകരുത്. അത് കേട്ടിട്ടില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ നഷ്ടമുണ്ടാകും. അപ്പോൾ ഒന്ന് പിടിച്ചിരുന്നോളൂ, കേൾക്കാം. കേൾക്കാം. ലൈംഗികമായ വിഷയങ്ങളില് ഭാര്യയും ഭർത്താവും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങളുണ്ട്. സൈക്കോളജിയുമായി ബന്ധപ്പെട്ടൊരു വിഷയവും കൂടെയാണ്. അതിലെല്ലാം അപ്പുറം
ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് കൂടെയായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ചില പാഠങ്ങളും കൂടെയാണിത്. ഇത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കിയേ. പല ഘട്ടങ്ങളിലും ഈ വിഷയം ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ അപകടങ്ങള് കുടുംബജീവിതത്തിൽ വിളിച്ചു വരുത്തുന്ന ധാരാളം ആളുകളുണ്ട്. ഇതു നിമിത്തം ശണ്ഠയിലായി പോയ ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയ വളരെ ചെറിയ 3 കാര്യം. അല്ല, നബിയുടെ കുടുംബത്തിൽ അപ്പൊ ശണ്ഠയുണ്ടായത് എന്തിനായിരുന്നു? 3 കാര്യങ്ങൾ എന്താ? തുണി ഉടുക്കരുത്, തുണി ഊരിയിട്ടിട്ട് ശരീരത്തിൽ കെട്ടിയവന്റെ ശരീരത്തിൽ കൊണ്ടുപോയി ഒരയ്ക്കണം, വിളിച്ചാൽ ഉടനെ വന്ന് കിടന്നോണം, കളിച്ചാൽ ഉടനെ ഇവളെഴുന്നേറ്റ് പോയി കുളിച്ചോണം. ഇതൊക്കെ തന്നെയല്ലേ പറയാനുള്ളത് ഉസ്താദെ? അല്ല, നബിയുടെ ഭാര്യമാർക്കിടയിൽ നബിക്കുമിടയിൽ ഒരിക്കലും സമാധാനത്തോടു കൂടിയുള്ള ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടായിട്ടില്ലല്ലോ. മറ്റുള്ളവർക്ക് നബി ഒരു സൈക്കോളജിസ്റ്റും വീട്ടിലുള്ളവർക്ക് നബി ഒരു സെക്സോളജിസ്റ്റും ആയതുകൊണ്ടായിരിക്കുമല്ലേ? അത് പറയണ്ടേ? ഇപ്പോൾ പരിപൂർണമായി ശരി, മനസ്സിലായിരിക്കും. സന്തോഷമുണ്ടണ്ണാ, സന്തോഷം. സന്തോഷമയമേ, സന്തോഷമായിരിക്കും. കുറെ എണ്ണം കയറി വന്നിട്ടുണ്ടല്ലോ. ഫോളോവേഴ്സിന്റെ എണ്ണം, അവരുടെ വണ്ണം, ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല. നമ്മുടെ കാക്കമാർക്ക് ആകെ പറയാനുള്ളത് പൂരത്തെറി മാത്രമാണ്. ഇവർക്ക് അത് പറയുമ്പോൾ ഇവർക്കൊരു സുഖമുണ്ട്. ഹിക്കം കിതാബ് അല്ലേ? ഞാൻ വായിച്ചിട്ടുണ്ടോ മുസ്തഫ? നാളെ വേണമെങ്കിൽ അതിന്റെ ഒരു പാർട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ, വായിച്ചാലോ? ശരി. എല്ലാ കിതാബിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ? ശരി, കിതാബുകൾ ഇഷ്ടം പോലെയുണ്ട്. ഓരോ കിതാബുകള് നമുക്ക് ഓരോ ദിവസം വീതം എടുത്തിട്ട് നോക്കിയേക്കാം അല്ലേ? ശരി, എന്നാ നമുക്ക് നിർത്താം അല്ലേ സുധേ?